ും ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത് ശൈല എസ് നായർ കോട്ടയത്തു നിന്നാണ്. മാതാജിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും നമ്മുടെ ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്താൽ മാതാജി എന്ത് കാര്യമാണോ വിചാരിച്ച് കിച്ചൂട്ടന് ഹാരമണിഞ്ഞിരിക്കുന്നത് അത് കിച്ചൂട്ടൻ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശൈല എസ് നായർ മാതാജി. ഓക്കെ, പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? എനിത്തിങ് എൽസ്? എവിടെ പോയി നമ്മുടെ സ്ഥിരം ആൾക്കാർ? ജ്യോതി മാതാജി നാട്ടിലേക്ക് വരുമല്ലോ അല്ലേ? നാട്ടിലേക്ക്? അപ്പം കാണാം. ഇന്ന് ഞാനൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും ആൻസർ തരണം. ഓക്കെ, ഇവിടെ നമ്മുടെ സ്ഥിര ആൾക്കാരൊക്കെ എത്തിയോ? അല്ലെങ്കിൽ ഞാൻ ഇനി അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണോ? ഒന്നും പറ്റിയിട്ടില്ല. ഞാനൊരു പ്രത്യേക ഇത് നോക്കിയതാണ്. ഒന്നും പറ്റിയിട്ടില്ല. മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക ടോപ്പിക്ക് ഡബിങ് ചെയ്ത് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഞാൻ ഡബിങ്ങിന് പോവില്ല. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇപ്പോൾ ഈ ഒരു 10:58 വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, എന്നാലും ചോദിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എന്താ കഴിച്ചത്? മാക്സിമം നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ക്ലാസ്, ജയ് ഗുരുദേവ്, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ക്ലാസ് എല്ലാവരും ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. തീർച്ചയായിട്ടും സൈന ചേച്ചി, ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകൻ കല്യാണം കഴിച്ചിട്ട് അവരുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ അവിടെ പോയി. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുമ്പം നമ്മൾ കുറച്ച് ട്രഡീഷണലായിട്ട് പോകാമെന്ന് കരുതി. അതാണ്. ഇല്ല, ഇവിടെ നാട്ടിലുള്ളവരുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. താങ്ക് യു ആദിത്യൻ പ്രഭു. എന്താ കഴിച്ചത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്? ചപ്പാത്തി. രാത്രി കഴിക്കേണ്ടത് രാവിലെ കഴിച്ചു ഗീതാമ്മ. പിന്നെ ദീപ സാജൻ മാതാജി നോട്ടഡ്. എന്താ കഴിച്ചതെന്നും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യൂ കേട്ടോ. പുട്ട്, കടല, ക്യാരറ്റ്, ഉലുവ വെള്ളം, ഇടിയപ്പം. ഇവിടെ ചപ്പാത്തിയാണ്. ഉപ്പുമാവ്, ദോശ. പിന്നെ ഭക്ഷണം കഴിച്ചില്ല മോളെ, നാമം ചൊല്ലി എണീറ്റിടയുള്ളൂ രാജലക്ഷ്മി അമ്മ. സമയം 11 മണി. അപ്പം, വെജിറ്റബിൾ കറി. തങ്കമണി ചേച്ചി ഒന്നും കഴിച്ചില്ല. പൂരി, പ്രമീള മാതാജി. ചപ്പാത്തി, ഇടിയപ്പം, ഉഷ മാതാജി. തിരുവാതിര ഫാസ്റ്റിംഗ് പറയാം. പുട്ട്, പഴം. ഇന്ന് സ്പെഷ്യൽ എന്താ? ഒന്നുമില്ല. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ പാല് കാച്ചിലായിരുന്നു. ചമ്മന്തി, ദോശ, ഏത്തപ്പഴം. കഴിച്ചില്ല ശ്രീകുമാർ. മെസ്സേജ് നോക്കാം. എനിക്ക് ഇന്നും നാളെയും കൂടെ കുറച്ച് തിരക്കുണ്ട്. അതൊന്ന് കഴിയട്ടെ, എന്നിട്ട് മെസ്സേജ് നോക്കാം.
കാരണം ഇപ്പോൾ 2-3 ദിവസം മുമ്പെയാണ് ഞാൻ എല്ലാ മെസ്സേജും 1000-ന്റെ പുറത്തുള്ള മെസ്സേജുകളെല്ലാം നോക്കി തീർത്തത്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കുറച്ച് തിരക്കുള്ള ജോലിയുണ്ട് ഇന്നും നാളെ, അതൊന്ന് കഴിയട്ടെ. ഇഡ്ഡലി സാമ്പാർ അഗെയിൻ. നെക്സ്റ്റ് ദോശ. ഓക്കെ, അപ്പം സുജ, ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു വെള്ളരിക്കയുടെ ഒരു ടിപ്പ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ ഭക്തി പോലെ തന്നെയാണ് എനിക്ക് നിങ്ങളുടെ ആരോഗ്യവും. കാരണം ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്തും മുന്നോട്ട് ചെയ്യാൻ പറ്റൂ അല്ലേ? ആരോഗ്യം ഉള്ള കാലം വരെ, ഞാൻ ഏത്തപ്പഴം, ആരോഗ്യമുള്ള കാലം വരെ മാത്രമേ നമ്മളെ എല്ലാവർക്കും വേണ്ടൂ. ആരോഗ്യം ഇല്ലാത്ത ഒരു കാലം വന്നാൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നു, നമ്മളെ ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? ആർക്കും വേണ്ട. അത് എത്ര സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണെങ്കിലും ശരി, സൗന്ദര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ശരി, ഒരു നല്ല വെൽത്ത് ഉള്ള ഒരാളാണെങ്കിലും ശരി, ആരിനെയും വേണ്ട. നിങ്ങൾ നോക്കൂ, എത്ര വലിയ എന്താ പറയുക, കത്തി ജ്വലിച്ചു നിന്ന പല ആർട്ടിസ്റ്റുകളുടെയും കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പം അവരുടെ ആ ഒരു ഭംഗി, ആ ഒരു അട്രാക്ഷൻ, ഇതെല്ലാം പോയി കഴിയുമ്പം അവരൊരു സെക്കൻഡ് കാറ്റഗറിയിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? നമസ്കാരം മനോജ് ചേച്ചി, കക്കിരി വാങ്ങിച്ചു അല്ലേ? ബെസ്റ്റ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു എന്താ പറയുക, ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെയാണ്. ഒരു വലിയ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഏത് മേഖലയിൽ എടുക്കുകയാണെങ്കിലും ശരി, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് എനർജി, നല്ല തേജസ്, അവർക്ക് കാര്യപ്രാപ്തി, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ആർക്കായാലും ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ആ വ്യക്തിയെ ആർക്കും ആവശ്യമില്ല. അങ്ങനെയാണ് കാലം, അതാണ്. അല്ലെങ്കിൽ മനുഷ്യ ജീവിതം അതാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ഒരു സമയം കഴിയുമ്പം തള്ളപ്പെടും. ഞാൻ വെറുതെ പറയല്ല, ജീവിതം അതാണ്. അപ്പോൾ നമ്മൾ, ഹരേ കൃഷ്ണ അമ്മേ, അപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ആരോഗ്യം ഉള്ള കാലം എന്തായാലും നമുക്കെല്ലാം വാർദ്ധക്യം വരും, സമ്മതിക്കുന്നു. പക്ഷേ ആ വാർദ്ധക്യം ഒരാളെ, ജയശ്രീമേ ഹരേ കൃഷ്ണ, നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലോ നമ്മൾ ഒരാൾക്ക് ഭാരമാവുന്ന പോലെയോ അങ്ങനെയൊന്നും ആവരുത്. നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സംസാരം നമ്മൾ കുറയ്ക്കണം. മനസ്സിലായില്ലേ? സംസാരം കുറച്ചേ പറ്റൂ. കാരണം പ്രായം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എക്സ്പെഷ്യലി നമ്മുടെ മക്കള്, പേരക്കുട്ടികള്. അപ്പോൾ ഒന്ന് കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. കാരണം പണ്ട് കാലങ്ങളിൽ ഞാനിങ്ങനെ ഹവായ് ചപ്പലിട്ടാണ് നടന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഭക്ഷണമാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ തലമുറയോട് നിങ്ങളും അങ്ങനെ ആവൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, അവരൊരു ഫാഷൻ ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ? നമ്മുടെ മക്കളൊക്കെ ഒരു ഫാഷൻ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കുറച്ചും കൂടെ ബാക്കോട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, പ്രണയം എന്ന് പറയുന്നതിനെ ഭയങ്കരമായി എതിർത്ത ഒരു കുടുംബങ്ങളാണ് നമ്മളുടെ എല്ലാവരുടെയും. ഈവൻ എൻ്റേതുകൂടെ. എൻ്റെ വീട്ടിൽ എനിക്ക് +2 പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ബുക്സ് എല്ലാം എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു, വൻ വിവാദമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫും ഒക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവരുടെ ഫാമിലി ആവട്ടെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആവട്ടെ, അവരൊക്കെ ഭയങ്കര കൂട്ടാണ്. ഭയങ്കര കൂട്ടെന്ന് പറയാൻ ഇപ്പോഴും അതെ, സ്റ്റിൽ ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാവരും. അപ്പം അന്നത്തെ പ്രണയത്തിലൊക്കെ ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു അല്ലെ? ഇന്നെന്ന് പറയുമ്പം ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അടുത്തത് സെക്ഷുവൽ ബന്ധത്തിലേക്കാണ് ഏത് റിലേഷൻഷിപ്പും പോകുന്നത്. അതിലൊരു വൃത്തിയില്ല, അതിലൊരു സത്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും മോശമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മുടെ മക്കൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ തള്ളപ്പെടാതിരിക്കാൻ നമ്മൾ പറയുന്നത്, നമ്മൾ എത്ര നന്മ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. മോനെ അത് അങ്ങനെയല്ല, അല്ലെ മോളെ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചിന്തിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പോകുന്നതിനോട് അർത്ഥമില്ല മോനെ എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. അവരുടെ കാലത്ത് അവർ കാണുന്നത് ഒരു ഭയങ്കരമായ ഒരു സംഭവബഹുലമായ എന്തോ സംഭവമാണ്. മനസ്സിലായില്ലേ? ആ സംഭവബഹുലമായ ആ ഒരു കാലത്തില് നമ്മൾ പറയുന്നത് അവർ കേൾക്കണമെങ്കിൽ അവർക്കൊപ്പം തന്നെ നമ്മളുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അത് വാക്കുകൾ കൊണ്ട് മാത്രം പോരാ.
നമ്മളുടെ വേഷവിധാനങ്ങൾ, നമ്മളുടെ ചിന്താഗതികൾ, അവർക്കൊപ്പം നമ്മൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അവർ അംഗീകരിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു എന്താ പറയുക തള്ളപ്പെട്ട ജന്മങ്ങളായി മാറും. ഏതൊരു അച്ഛനും അമ്മയും അവർ പറയുന്ന ഒരു വേർഡ് ഉണ്ടാവും, അച്ഛനെ അമ്മേനെ ഒന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെയാണത്. അതേസമയം കുറച്ചും കൂടെ നമ്മൾ ഹൈ ക്ലാസ് ആയിട്ട് അവർക്കൊപ്പം ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സംസ്കാരങ്ങൾ ഇരുന്നോട്ടെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇരുന്നോട്ടെ, പക്ഷേ അവർക്കൊപ്പമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്ന ആ നിമിഷം അവർ നമ്മൾ പറയുന്നത് കേൾക്കും. അത് തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ തലമുറയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ക്ലിയർ? അപ്പം ഞാൻ ഇന്നലെ മൊബൈലിൽ എന്തോന്നിങ്ങനെ നോക്കിയപ്പോഴേക്കും ഒരു ആപ്പ് കണ്ടു. ആ ആപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞുതരാം. ആ ആപ്പ് എന്തിനുള്ളതാന്ന് ഓർത്തു കഴിഞ്ഞാൽ, പ്രണയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ആപ്പിൽ കയറാനാണ് പറയുന്നത്. പ്രണയം ഉള്ളിൽ ഇഷ്ടപ്പെടുന്ന പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താമെന്ന്. ഞാൻ ആലോചിക്കുകയായിരുന്നു എവിടെ എത്തിച്ചേരുന്നു നമ്മുടെ തലമുറ എന്ന്, അല്ലേ? അപ്പോൾ ഞാനൊരു നിമിഷം ആലോചിച്ചു, പണ്ട് എനിക്ക് +2 പഠിക്കുമ്പം ഒരു പ്രണയം ഉണ്ടായിട്ട്, ഭഗവാനെ, എൻ്റെ വീട്ടിൽ അന്നുണ്ടായ കോലാഹലം, എൻ്റെ അച്ഛനോട് ഞാൻ വാങ്ങിക്കൂട്ടിയ അടി, അതും എൻ്റെ കോളേജിലേക്ക് അദ്ദേഹം ഒരു ലെറ്റർ അയച്ചതാണ്. ആ ലെറ്റർ ഞാനെടുത്ത് നല്ല സുഖമായി സുന്ദരമായി എടുത്ത് എൻ്റെ എന്താ പറയുക അക്കൗണ്ടൻസിയുടെ നോട്ടിൽ വെച്ചു. എൻ്റെ അമ്മ അത് അവിടെ കൊണ്ടുപോയി എന്താ പറയുക ബുക്സൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയോ ആ ബുക്കിൻ്റെ അകത്തുനിന്ന് അത് വീണു. പക്ഷെ എനിക്ക് കറക്റ്റ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഈശ്വര, ഞാനത് വെച്ചത് എൻ്റെ അക്കൗണ്ട്സിൻ്റെ ബുക്കിലായിരുന്നല്ലോ ഭഗവാനെ, ഇനിയിപ്പം എന്ത് ചെയ്യും, ഞാനത് വീട്ടിൽ വെച്ച് മറന്നുപോയി, അച്ഛനും അമ്മയും അത് കണ്ടില്ലെങ്കിലും മതിയായിരുന്നു എന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു. എങ്ങനെങ്കിലും ക്ലാസ് കഴിഞ്ഞ് ഓടി വീട്ടിലെത്തിയതും എൻ്റെ അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. വെയിറ്റ് ചെയ്ത് അച്ഛൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയ സമയമാണ്. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മയുടെ ആങ്ങള, എൻ്റെ അമ്മയുടെ സിസ്റ്റർ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട് എന്നെ പൊരിക്കാൻ വേണ്ടി. എനിക്ക് 100% ബോധ്യമായി ഇന്ന് എനിക്ക് ഇവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുമെന്ന കാര്യത്തിൽ. അച്ഛനിങ്ങനെ വാതിലിൻ്റെ മുകളിൽ കൈയും വെച്ച് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുട്ടുകാല് കൂട്ടിയിടിക്കുകയായിരുന്നു. ആകെപ്പാടട്ടെ. അല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിലെല്ലാം ഒരു മീറ്റിംഗ് സമ്പ്രദായമാണ്. എല്ലാവരും വന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ആസ് യൂഷ്വൽ ഞാൻ കാണുന്നത് എല്ലാവരും ഉമ്മറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും മുമ്പിലും കട്ടൻ ചായ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ് ഞാൻ എൻ്റെ വീട്ടിൽ കാണാറ്. പക്ഷെ ഇന്ന് അതൊന്നുമല്ല, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോളും പഠിക്കുന്നുണ്ട് +2. അപ്പോൾ ആൻറ്റിയും അങ്കിളും ലക്ഷദ്വീപിലാണ്, അവൾ ഞങ്ങളുടെ തറവാട്ടിൽ തന്നെയാണ് നിന്ന് പഠിക്കുന്നത്. എൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എന്തോ ഒരു സാധനം കയറിയുണ്ടായിരുന്നു. വീട്ടിൽ കയറിയതും എൻ്റെ അച്ഛൻ, നീ എന്തിനാടി കോളേജിൽ പോകുന്നത്? ആദ്യത്തെ ചോദ്യം. എനിക്ക് ആൻസറും കിട്ടുന്നില്ല, എൻ്റെ നാവും തൊണ്ടയൊക്കെ വരണ്ട്. ഞാൻ പറഞ്ഞു പഠിക്കാൻ. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല, ഞാൻ എയറിൽ നിൽക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ബാഗ് പിടിച്ചു വലിക്കുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് പിടിച്ചു വലിക്കുന്നു. എൻ്റെ കൃഷ്ണ, എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയാ എന്നെ എന്തിനും സിനിമയിലൊക്കെ പറപ്പിച്ചടിക്കുന്ന പോലെയായിരുന്നു എനിക്ക് എന്നെ ആ ഹോളിൽ ഇട്ടിട്ട് എന്നെ അടിച്ചത്. എൻ്റെ അമ്മ മാർത്ത് കരയുന്നു, എൻ്റെ അമ്മമ്മ എന്നെ പിടിക്കാൻ നോക്കുന്നു, എൻ്റെ അച്ഛനോട് ബഹളം ഉണ്ടാക്കുന്നു, അമ്മയുടെ അനിയത്തിയോട് പറയുന്നു അമ്മയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ. കാരണം അമ്മച്ചനാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട്. അമ്മയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു, ഇല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അനിയന്മാരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അച്ഛൻ എന്താ പറയുക ശിവതാണ്ഡവമാടുന്ന എന്നെ അവിടെ ഇട്ടിട്ട്, ജയ് ഗുരുദേവ്. അങ്ങനെ ഇരിക്കുക അച്ഛൻ്റെ തോളിലുണ്ടായിരുന്ന നനഞ്ഞ തോർത്ത് വെച്ച് തലങ്ങും വിലങ്ങും എന്നെ അടിച്ചിട്ട് അവസാനം അച്ഛന് ദേഷ്യം തീരാതെ പേരയ്ക്കാവണ്ടി എടുത്തോണ്ട് ഇന്ന് ഞാൻ ഇവളെ ശരിയാക്കും, എൻ്റെ മാനം കളയാനായിട്ട് ജനിച്ചൊരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്നെ അടിച്ചിട്ട് എൻ്റെ ചുണ്ടൊക്കെ ഇവിടെ പൊട്ടി. എന്താ പറയുക, ഭീകര ജീവിയായി മാറി ഞാനൊരു 5-10 മിനിറ്റിനുള്ളിൽ. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് ഞാനൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് എത്തി. എന്നിട്ട് പിന്നെ അച്ഛൻ അങ്ങോട്ടേക്ക് എന്താ പറയുക ദേഷ്യം തീരാണ്ട് എൻ്റെ ബുക്സ് എല്ലാം എടുത്തുകൊണ്ട് പുറത്തിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അങ്ങോട്ട് അങ്ങോട്ട് കത്തിച്ചു എൻ്റെ അച്ഛൻ. ഞാൻ ആ ബുക്ക് പിടിക്കാൻ വേണ്ടി ഓടുന്നു. എന്താണ് ആ വീട്ടിൽ നടന്നതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. ആലോചിച്ച് നോക്കണം. എന്താ പറയുക,
സത്യം ഭൂമിയിൽ കാല് തൊട്ടിട്ടില്ല. 10 മിനിറ്റ് എൻ്റെ അച്ഛൻ എന്നെ അടിച്ച് ശരിയാക്കി. ഞാൻ കരഞ്ഞ് അവസാനം ബെഡിൽ കിടന്ന് കരഞ്ഞ്. അന്ന് ഞാൻ ഉറപ്പിച്ചു, ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ആളെ തന്നെ കെട്ടു, ഞാൻ ആളുടെ കൂടെ പോകും എന്നൊക്കെ മനസ്സിൽ. ലൈക്ക് നമ്മുടെ ആ ഒരു ഏജിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ അദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, അത് മോശമാണ്. കാരണം അവരിന്ന് കുടുംബമായി ജീവിക്കുന്നു. അതും ഒരൊറ്റ പ്രാവശ്യം കണ്ട ഒരു ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ പ്രണയത്തിന്റെ ഒരു കൂമ്പാരമായിരുന്നു. ഹരേ കൃഷ്ണ. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പ്രണയ മഴ തന്നെയായിരുന്നു. അതുപോട്ടെ. അങ്ങനെ ഇരിക്കെ എന്താ പറയുക, ഭയങ്കരം പ്രശ്നങ്ങളായി. അവസാനം എൻ്റെ അമ്മയുടെ അച്ഛൻ വന്ന് എൻ്റെ അച്ഛനെ പിടിച്ചൊരു തള്ളങ്ങ് തള്ളി എന്നെ എടുത്ത്. അച്ഛൻ ചോദിച്ചു, എന്താണ് ഉണ്ണിമോളെ, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ അടി വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മച്ചൻ കൊട്ടുത്തൻ്റെ അമ്മയ്ക്ക് ഇട്ടിട്ടോ ഒരെണ്ണം ചാട്ടപ്പട. എൻ്റെ അമ്മ മേലാൾക്ക് അവളെ മേലെ കൈവച്ച് പോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. എന്നിട്ട് അമ്മമ്മയ്ക്കും കിട്ടി. എല്ലാവരെയും ചീത്ത വിളിച്ച് എൻ്റെ അമ്മച്ചൻ എന്നെയും കൂട്ടി തറവാട്ടിൽ പോയി. മാമിയോട് പറഞ്ഞ് അവളെ കുളിപ്പിക്കുന്നു പറഞ്ഞ് എന്നെ ഇട്ട് കുളിപ്പിക്കാൻ പാകത്തിൽ മാമി എന്നെ കുളിപ്പിച്ച് എന്താ പറയുക, എന്നോട് ഭക്ഷണമൊക്കെ തന്ന് കരഞ്ഞു. എൻ്റെ ഫേസൊക്കെ ഇത്ര വീർത്ത്. അച്ഛന് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അച്ഛൻ വന്ന് അച്ഛൻ എൻ്റെ കട്ടലിൻ്റെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. എന്തിനാ ഇങ്ങനെയൊക്കെ, അതൊന്നും വേണ്ട, ഇപ്പം പഠിക്കുന്ന സമയമല്ലേ, ജീവിതം എന്താണെന്ന് അറിയില്ല, നീ എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കാനാണ്, അത് കാണാനാണ് അച്ഛന് ഇഷ്ടം, നീ എന്താഗ്രഹിച്ചിട്ടാണ് ഞാൻ വാങ്ങിത്തരാത്തത്, നീ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിത്തരുന്നില്ലേ, ഇനി അത് വേണ്ട, അതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഒരുപാട് ഉപദേശിച്ചു. ബുക്സൊക്കെ കത്തിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അതൊന്നും ചെയ്യില്ല. പക്ഷെ അച്ഛന് പേടി, ഞാൻ എങ്ങാണ്ട് ആളുടെ കൂടെ പോയി കളയുമെന്ന്. കോളേജിൽ വിട്ടില്ല തന്നെ. +2 ശേഷം +2 ടൈം വേണ്ട, ഇനി വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നേരെ അച്ഛൻ കോളേജിൽ പോയി സംസാരിച്ചു, പ്രിൻസിപ്പലിനോട് എന്തോ സംസാരിച്ച് എന്നെ വിട്ടില്ല. പിന്നെ അങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണൊക്കെ എന്നെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നത്. നാരായണ, വിടാനേ തയ്യാറായില്ല അച്ഛൻ, വിട്ടില്ല. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാൻ വേണ്ടി രജിസ്ട്രേഷനൊക്കെ അപ്പോഴും എനിക്ക് എന്താ പറയുക, എനിക്ക് കാവലായിട്ട് വരും എൻ്റെ കൂടെ അമ്മയുടെ സിസ്റ്റർ വരും. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ വഴിയിൽ നിൽക്കുന്നുണ്ടാവും, എനിക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ്, ഞങ്ങളൊരു 4-5 ഫ്രണ്ട്സ് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ ഗീത പറയാൻ വന്നതാണ്, വേറെന്തോ കഥയിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞറിയാം, ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതാ. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. അങ്ങനെ എൻ്റെ 2 ഗേൾസ് തന്നെയാണ്. അങ്ങനെ 2 ഫ്രണ്ട്സ് വന്നിട്ടപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അമ്മയോട് പറയണേ, അമ്മേ ഞങ്ങൾക്ക് ഇതൊന്നും അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, അമ്മു എങ്ങനെ ഇതിൽ പോയി പെട്ടെന്ന് ഞങ്ങൾക്കറിയില്ല. എനിക്കങ്ങ് ദേഷ്യം വന്നു ഇവരോട്. ഇവളെന്നെ ചതിച്ചു എന്നുള്ള ഭാവത്തിൽ ഞാൻ ഇവരെ 2 പേരെയും നോക്കി. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ല അമ്മേ, അമ്മൂന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് ഞങ്ങൾക്ക് അറിയേയില്ല അമ്മേ. ഞാൻ ക്ലാസ്സിൽ വരുന്നു പോകുന്നു. അപ്പം അമ്മ ചോദിച്ചു, പിന്നെ ആ ലെറ്റർ എവിടെ നിന്ന് കിട്ടി ഇവക്ക്? ഇവിടെ പോസ്റ്റ്മാൻ വന്നിട്ടില്ല, അത് കോളേജ് അഡ്രസ്സിലല്ലേ വന്നത്. അത് അമ്മ പോസ്റ്റ്മാൻ വന്ന് അവളുടെ കയ്യിൽ എന്തോ കൊടുത്തു. അപ്പോൾ അവളോട് ഞങ്ങൾ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, അവൾ ഈ മാഗസിനിലൊക്കെ കുറെ എഴുതാറുണ്ടല്ലോ, ഞാൻ ആ ടൈം മാഗസിനിലൊക്കെ എഴുതുമായിരുന്നു, അങ്ങനെ എന്തോ വന്നതാന്നാ പറഞ്ഞത്, ഞങ്ങളും ശ്രദ്ധിച്ചില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ്. ഞാനിങ്ങനെ മനസ്സിൽ ദുഷ്ടകളെ കാണിച്ചു തരാടി എന്നുള്ള ഭാവത്തിൽ നിന്നു. അങ്ങനെ തിരിച്ചു വന്നു. അമ്മ പറഞ്ഞു, എന്തായാലും മക്കളെ നിങ്ങളൊന്ന് ഉപദേശിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോഴത്തേക്ക് ഇവർ 2 പേരിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇറങ്ങിപ്പോ എൻ്റെ റൂമിൽ നിന്ന്, എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ ഇരി സുധി, ഇനി അങ്ങനെ കഥകളൊന്നുമില്ല, ശരിയാക്കും, ഞാൻ മലപ്പുറത്തേക്ക് വരും. അന്നേരം ബിന്ദുമേ കുറച്ച് ചൂടുവെള്ളം എനിക്ക് ഉണ്ടാക്കി തരുമോ? അന്നേരം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രണയ മഴ തന്നെയായിരുന്നു. ഇപ്പം ആസ് യൂഷ്വൽ എല്ലാം വീട്ടിൽ പോയി പറയാം, അന്നും പറയൂ കേട്ടോ. അപ്പം ഇവരെന്നോട് പറഞ്ഞു, എടി വിഡി, ഞങ്ങൾ ഇങ്ങനെ പറയാതെ ഈ വീട്ടിലേക്ക്, ഈ ഭാർഗവി നിലയത്തിലേക്ക് നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ കേറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? എടി ഒരു ലെറ്റർ ഉണ്ട്, ആ ചേട്ടൻ ലെറ്റർ അയച്ചിരിക്കുന്നു, അതും കൊണ്ട് ഞങ്ങൾ വന്നതാണ്. അങ്ങനെ കുത്തിയിരുന്ന് ലെറ്റർ വായിച്ച് അതിന് മറുപടി എഴുതി കരഞ്ഞു മറുപടിയൊക്കെ എഴുതി ഇവരെ കയ്യിൽ കൊടുത്ത് ഇവർ പറഞ്ഞു, ഞങ്ങളെ ഇനി എല്ലാ ആഴ്ചയും വരാം, ഓക്കെ. ഞാൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. നീ വിഷമിക്കേണ്ട, നീ പഠിക്കുന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോള്, എല്ലാവരും പറയാം, മാമന്മാരൊക്കെ കണ്ടോ
ഇവള് തോന്നിവാസത്തിനാ കോളേജിൽ പോയത്. അവള് കണ്ടില്ലേ നന്നായി പഠിക്കുന്നത്, രണ്ടും +2 എഴുതാൻ പോകണം, മാർക്ക് വരട്ടെ അപ്പ തരാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്നും ഭീഷണിയായിരുന്നു. എന്നെ വീട്ടിന്റെ ഹാളിന്ന് റൂമിൽ ഇവിടെ ഉമ്മറത്തേക്ക് വിടില്ല, ഒരു കല്യാണ വീട്ടിൽ കൊണ്ടുപോയില്ല, നല്ല ഡ്രസ്സ് മേടിച്ചു തരില്ല, ഇങ്ങനെ 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 എനിക്ക് പീഡനത്തിന്റെ കാലമായിരുന്നു ആ +2 ടൈം. അങ്ങനെ ഇരിക്കെ ഇവരെല്ലാ വീക്കെൻഡ്സിലും വരും. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഈ നോട്ട്സ് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോ എന്ന് പറയാം, എനിക്ക് ഇവരെ അറിയാലോ ഞങ്ങൾ അങ്ങോട്ട്. അപ്പം എന്നോട് പറയും, നീ വിഷമിക്കരുത്, ആ ചേട്ടൻ ആക്ച്വലി ഹീസ് ഫ്രം മാനന്തവാടി, വയനാട്. അപ്പം ഞാൻ കാലിക്കറ്റ് ആണല്ലോ. അപ്പം അവിടുന്ന് ആ മനുഷ്യൻ നാരായണ, ഞാനിതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇപ്പോൾ എങ്ങാനും അദ്ദേഹം ലൈവ് കണ്ട് എന്നെ വിളിച്ചിട്ട് പറയാം, അമ്മു പണി തന്നു അല്ലേന്ന്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കോണ്ടാക്റ്റാണ്. അപ്പം അദ്ദേഹം ആ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പം അദ്ദേഹം ഉച്ചവരെ ക്ലാസ്സിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു. അന്നേരം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം എല്ലാ വീക്കെൻഡ്സിലും നമ്മുടെ കോളേജിൽ വന്നിട്ട് കോളേജിൽ നിന്ന് ഞങ്ങളുടെ നോട്ട്സ് വാങ്ങി നിനക്ക് വേണ്ടിയിട്ട് നോട്ട്സ് സെപ്പറേറ്റ് എഴുതി എടുത്തിട്ടാണ് തരുന്നത്, ഇനി നീ എഴുതി എടുക്കണ്ട. അന്നൊക്കെ ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. അപ്പം കുറേയൊക്കെ നിനക്ക് വേണ്ടി നോട്ട് എഴുതി തരുന്നുണ്ട്, അദ്ദേഹം എഴുതി തന്നതാണ്, ഒപ്പം നിനക്ക് ലെറ്ററും ഉണ്ടെന്ന് പറയും. അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ഓരോ ആഴ്ചയുടെ അവസാനം തിങ്കൾ മുതൽ വെള്ളി വരെ കാത്തിരിക്കും, ഇവരെന്ന് വരും ഇവരെന്ന് വരും എന്ന് വരും എന്നിങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം, അയ്യോ എൻ്റെ ബ്രദർ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു ഗുഡ് മോർണിംഗ് എന്ന്. ഈ അവലക്ഷണം കിട്ടുന്ന നേരത്തുള്ള ഗുഡ് മോർണിംഗ് എനിക്ക് മനസ്സിലായി, ഞാനിത് കേൾക്കുന്നുണ്ടടി അച്ഛനോട് പറയുന്നതായിരിക്കും. അങ്ങനെ ഓ ഡിനു മാനന്തവാടിയാണോ? മാനന്തവാടിയിൽ അദ്ദേഹം തരുവണ. അങ്ങനെ ഞാൻ ഒരു ദിവസം അവൾ പറഞ്ഞു, കാലിക്കട്ട്, അദ്ദേഹത്തിനൊക്കെ ഇതറിയാം. ഒരു ദിവസം അവരും നല്ല ഫ്രണ്ട്സാണ് ഇപ്പം. അങ്ങനെ ഒരു ദിവസം അവർ പറഞ്ഞു, അമ്മു നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോവാം, ഈ സാറ്റർഡേ അദ്ദേഹം വരുന്നുണ്ട്, എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാടി. ഞാൻ പറഞ്ഞു നിങ്ങൾ പെർമിഷൻ മേടിക്കും, നീ പേടിക്കണ്ട, എൻ്റെ മമ്മിയെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, എന്താ പറയുക, സഞ്ജൂട്ടൻ്റെ പപ്പയല്ല ഇത് വേറെ പ്രണയം. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി വിളിച്ചു എൻ്റെ അമ്മയെ, എന്നിട്ട് പറഞ്ഞു അമ്പിളീനെ ഒന്ന് വിടുക അവരുടെ കൂടെ, ഞങ്ങളെല്ലാവരും ഇവിടെ വീട്ടിൽ എല്ലാവരും കൂടുന്നുണ്ട്, പാവം കൊച്ചിനെ അങ്ങനെ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞു, അവൾക്ക് ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക എങ്ങനെയെങ്കിലുമൊക്കെ വിട്ടു എന്നെ. വിട്ടപ്പോൾ ഇദ്ദേഹം വന്നു, ഞങ്ങൾ കുറച്ചൊരു എല്ലാവരും കൂടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ഞാൻ അപ്പോഴും കരഞ്ഞ് എന്നെ അടിച്ചതൊക്കെ കാണിച്ചു കൊടുത്ത് ഭയങ്കര ഇതായിരുന്നു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്ര % മാർക്ക് +2 വാങ്ങുമെന്ന്. പെട്ടില്ലേ, വീട്ടിലിരുന്ന് പഠിക്കുന്ന കൊമേഴ്സ് പഠിക്കുന്ന എനിക്ക് ഞാൻ ആലോചിക്കുക, ഭഗവാനെ എങ്ങനെ ഞാൻ 100% മാർക്ക് വാങ്ങും, എനിക്ക് ഒരു രക്ഷയില്ല, എങ്ങനെ മേടിക്കും 100%? ഇദ്ദേഹത്തിനോട് എനിക്ക് 100% സ്നേഹമുണ്ടെന്ന് ഞാൻ എങ്ങനെ കാണിക്കും? പിന്നെ രാത്രി എല്ലാം ഇരുന്ന് ഒരു പഠിത്തമായിരുന്നു. ഒരു ദിവസം അച്ഛൻ വന്ന് ലൈറ്റ് ഇട്ടു, പകൽ ടൈം മുഴുവൻ ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് രാത്രിയാകുമ്പോൾ ഇരുന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പം അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നീ പഠിച്ചോ എന്ന് പറഞ്ഞു. കാരണം ഇനി പഠിപ്പൊക്കെ ഓൾമോസ്റ്റ് നിർത്തിയ പോലെയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ശരി ഇനി എക്സാം എഴുതാനുള്ള ഏർപ്പാട് ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് തന്ന് എൻ്റെ മനസ്സ് മുഴുവൻ എങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനോട് എനിക്ക് ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് കാണിക്കും എന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് പഠിച്ച് ഫുൾ ബൈ ഹാർട്ട് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം വീട്ടിലിരുന്ന് തന്നെ ഫുൾ പഠിച്ച് ഞാനും എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോളും എക്സാം എഴുതി ഒരേപോലെ. അവളും എഴുതുന്നു ഞാനും എഴുതുന്നു. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ ഞാൻ അനുഭവിക്കുന്നത്, ഈശ്വര ജയിക്കുമോ തോൽക്കോ. ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ടായി അമ്മു? ഞാൻ പറഞ്ഞു, എഴുതുമ്പോഴൊക്കെ എനിക്ക് ആളുടെ മുഖം തന്നെ എൻ്റെ മനസ്സിൽ, ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. പക്ഷെ അതിലെനിക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ബിസിനസ് സ്റ്റഡീസ് എനിക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റഡീസ് മലയാളത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്തു, റിസൾട്ട് വരികയാണ്. നാളെ +2 എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ തലേ ദിവസം നമുക്ക് നെറ്റിൽ അറിയാൻ പറ്റും. ഇവള് പോയി നെറ്റിൽ അറിഞ്ഞിട്ട് ഇവള് ലഡു ഒക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പം എല്ലാവരും പഴയ പോലെ എല്ലാ ഒരു വലിയ മെഡിക്കൽ കോളേജാണ് എൻ്റെ വീട്. എല്ലാവരും ഇരിക്കുന്നു. എൻ്റെ മുഖത്തേക്ക് ഒരാളും നോക്കില്ല, സംസാരിക്കില്ല. എന്നോട് ഞാനെന്തോ വലിയ മഹാ അപരാധം ചെയ്ത പോലെയാണ് എന്നെ കാണുന്നത്. അങ്ങനെ ഇരിക്കെ
ഇവള് ലഡു ഒക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, വല്യച്ഛ എനിക്ക് റിസൾട്ട് വന്നു, 3rd ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങ് ഉരുകി 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 ഒന്നും അല്ലാതായി തീർന്നു. അങ്ങനെ ലഡു ഒക്കെ കൊടുത്തു. ബിന്ദുമ്മ ഫോൺ അവിടെ വെച്ചിട്ട് പോയി. അന്നേരം ഇവള് ലഡു ഒക്കെ കൊടുത്തു. എൻ്റെ മുമ്പിലും ലഡു കാണിച്ചു. ഞാനൊരു ലഡു എടുത്തു. കൺഗ്രാറ്റ്സ് അമ്മിണി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലഡു വാങ്ങി ഞാനും കഴിച്ച്. അപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, എന്താ അറിയാം, നാണോ മാനോ ഉള്ളവരാണെങ്കിൽ ആ ലഡു തിന്നില്ല എന്ന്. ഞാൻ ആകെ അപ്സെറ്റായി. ഞാനൊന്നും മിണ്ടിയില്ല. ആ മാമൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ അധികം ടച്ചില്ല. അപ്പം എന്നാലും ഞാൻ ആ ലഡു കഴിച്ച്. ഞാൻ കരഞ്ഞുകൊണ്ട് കഴിച്ചു, ഒന്ന് പ്രണയിച്ചതിൻ്റെ പേരിൽ. നെക്സ്റ്റ് ഡേ അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് കിട്ടില്ലേ നിൻ്റെ റിസൾട്ട് നെറ്റിലൊന്നെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിൽ പോയിരുന്നു. നെക്സ്റ്റ് ഡേ പത്രം വന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. പത്രം വന്നു. ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റ് നമ്പറും ആ പത്രം എടുത്ത് വെച്ച് നോക്കി. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഇരിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ രാവിലെ. അച്ഛാ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അച്ഛൻ മുതൽ മാമൻ മുതൽ എല്ലാവരും ഷോക്ക്. 360 ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല വീട്ടിൽ, ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ വെച്ചു. അച്ഛൻ പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട്, അമ്മു നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് അപ്പോഴേക്കെന്നെ എത്തി. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അന്ന് എനിക്കൊരു 500 രൂപ തന്നു, ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട അച്ഛാ എന്ന് പറഞ്ഞു. അല്ല വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാമൻ്റെ മുഖത്തേക്ക് ഞാനൊരു നോട്ടം നോക്കിയിട്ട് ഞാൻ എന്നും പറഞ്ഞു. അങ്ങനെ ഒരു കാട്ടായം കാണിച്ചിട്ട് എന്നും പറഞ്ഞൊരു കാട്ടായം കാണിച്ച് ഞാൻ പോയി. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അന്ന് മാനാഞ്ചിറ സ്ക്വയറിലും അവിടെയും ഇവിടെയൊക്കെ പോയി ഫലൂഡൊക്കെ കഴിച്ച് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 60% മാർക്കുണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയണേ, ഓഹോ അപ്പം എന്നോട് 60% സ്നേഹമുള്ളൂ. ഞാൻ പറഞ്ഞു, പോ മനുഷ്യ അവിടുന്ന് എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ മാമനോട് ഞാൻ ഇപ്പോഴും അത്ര കൂട്ടൊന്നുമില്ല, മിണ്ടില്ല, ഈ പ്രണയത്തിൻ്റെ പേരിൽ തന്നെ. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയൂ. പിന്നെ എൻ്റെ ലക്ഷ്യം മുഴുവൻ കാലിക്കറ്റ് വിടണം. ഇനി ഈ നാട് വേണ്ട, കോഴിക്കോട് വേണ്ട, ഇവിടുന്ന് പോണം, ഇനി ഈ നാടേ വേണ്ട, എന്നാലേ എനിക്ക് സ്വസ്ഥമായി പ്രണയിക്കാൻ പറ്റൂ, ഈ നാടേ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് തൃശ്ശൂരൊക്കെ എവിടെ ഏതൊരു കോളേജിലൊക്കെ സീറ്റ് ശരിയാക്കി. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് കോയമ്പത്തൂർ പഠിച്ചാൽ മതി. അപ്പം ഞാൻ കാണുന്ന ഏറ്റവും ഡിസ്റ്റൻസ് കോയമ്പത്തൂരാണ്. കാലിക്കറ്റ് കോയമ്പത്തൂർ, ഓഹോ 5 മണിക്കൂർ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇവർ ഓടി വരില്ല. അങ്ങനെ കോയമ്പത്തൂർക്ക് എന്നെ നെഹ്റു കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ വക പൂരമായിരുന്നു. ഞാൻ ചോദിച്ച കോഴ്സ് AME കോഴ്സ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ്. അപ്പം കോമേഴ്സ് ആയതുകൊണ്ട് ലാറ്ററൽ എൻട്രി വേണം, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. അമ്മയുടെ കണ്ണുകളിങ്ങനെ പരതുന്നു. കാരണം എന്താ, ചോക്ലേറ്റിലെ പൃഥ്വിരാജ് എത്തിയതുപോലെ 4 പെൺകുട്ടികൾ കോളേജിൽ, ബാക്കി മൊത്തം ബോയ്സ്. അമ്മ ചോദിക്കാം, ഇവിടെ പെൺകുട്ടികളൊന്നും ഇല്ലേ? അപ്പോൾ സാറ് പറയാം, ഉണ്ട് മാം, പക്ഷേ നിങ്ങളുടെ മോളടക്കം ഇവിടെ 4 പെൺകുട്ടികളേ ഉള്ളൂ എന്ന്. ബാക്കി ഒരു 1900 2000 എബോ ജെൻസ്. അമ്മ പറയണ അച്ഛനോട്, ഈ കുരുത്തം കെട്ടവളെ ഇവിടെ പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരണ്ടെന്ന്. അപ്പം അച്ഛൻ പറയും, അങ്ങനെയൊന്നും പറയരുത്, ഇത് നല്ല കോളേജാണ്, ഇവിടെ അങ്ങനെയൊന്നുമില്ല, പല പിള്ളേരും പുറത്തുനിന്നൊക്കെ പഠിക്കുന്ന കോളേജാണ്, നീ മിണ്ടായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ സഞ്ജൂട്ടിന് ഇതൊക്കെ അറിയാം. അങ്ങനെ എന്നെ അവിടെ തന്നെ ചേർത്തി. പക്ഷേ ചേർത്തിയപ്പോൾ ഞാനത് ഇവിടെ പറയുന്നത് ശരിയാണോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കോളേജിലേക്ക് വരുന്ന ദിവസം അമ്മ എനിക്ക് ഇതുപോലെ ഒരു മാല ഇട്ട് തന്നു. മാല ഇട്ടിട്ട് അമ്മ പറഞ്ഞു, ഇത് കഴുത്തിലിട്ടോ എന്നൊക്കെ പറഞ്ഞു ഒരു ഏലസൊക്കെ തന്നു വിട്ടു. ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. പിന്നെ കോളേജിൻ്റെ ലോകത്തിലേക്കുള്ള ഒരു യാത്രയായത് കാരണം അവിടുത്തെ കളിയും ചിരിയും തമാശയും സസ്പെൻഷനും അങ്ങനെ ഇങ്ങനെ എന്താ പറയുക. അതുപോലെ തന്നെ ഒരു ദിവസം ജൂനിയേഴ്സ് വന്നു, റാഗിങ് ചെറിയ തോതിൽ, നമ്മളിങ്ങനെ സീനിയേഴ്സ് ആയി കഴിഞ്ഞാൽ ചെറിയ റാഗിങ് കാര്യങ്ങൾ തമാശകളൊക്കെ ഇല്ലേ. അയ്യോ, അപ്പം വീട്ടിലേക്ക് ലെറ്റർ പോയി. ഉടനെ അച്ഛനും അമ്മയും കൂടെ വന്നേക്കുന്നു കോളേജിലേക്ക് വന്നിട്ട്. അപ്പം HOD പറയാണ്, കണ്ടോ, നിങ്ങളുടെ മകളടക്കം 8 പേര്
ജൂനിയേഴ്സിനെ ക്ലാസ്സിൽ പിടിച്ച് നിർത്തി റാഗ് ചെയ്ത് അവരുടെ അടുത്ത് പാട്ടും ഡാൻസും ഒക്കെ പാടിച്ച് കളിച്ച് വളരെ മോശമാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ചെറിയ റാഗിങ് അല്ലാതെ സംഭവ ബഹുലമായിട്ടുള്ള ഒന്നല്ല. ഞങ്ങൾ ജസ്റ്റ് ഇൻട്രോ. അപ്പോഴേക്കും ആ അച്ഛനോട് അമ്മ പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾക്ക് മനസ്സിലായോ റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അച്ഛൻ പറയാ, ഇല്ല എടി റേപ്പിംഗ്. അയ്യോ, അമ്മ അത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് എൻ്റെ ചെവി പിടിച്ച് തിരിച്ച് ചെക്കന്മാർ മൊത്തം നോക്കുന്നുണ്ട്. ഞാൻ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് ഞാൻ, അമ്മ അതിനർത്ഥം വേറെയാണ് അമ്മ, പ്ലീസ് മിണ്ടിപ്പോകരുത്, നിന്നെ ഇന്ന് വീട്ടിൽ കൊണ്ടിട്ട് നിന്നെ ഞങ്ങൾ ശരിയാക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ സമാധാനിപ്പിച്ച് അച്ഛൻ ഇടപെട്ട് എന്താ റാഗിങ് എന്താ റേപ്പിംഗ് എന്നൊക്കെ പരസ്പരം മനസ്സിലാക്കി ചോദിച്ചതിന് ശേഷമൊക്കെയാണ്. അയാളെ തേച്ചു എന്നൊന്നും പറയരുത് കേട്ടോ, ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്നെ ഇവിടെ കിട്ടില്ല. അങ്ങനെ ലവ് ബ്രേക്കായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കോളേജ് പഠിത്തൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വേറെ കുറെ കഥകൾ, അതിലേക്കൊന്നും പോണ്ട, അയ്യോ ശരിയാവില്ല നാരായണ. അപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ഒരു പ്രണയം കൊണ്ട് പിന്നെ എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആഗ്രഹം കണ്ടു. പിന്നെ അദ്ദേഹത്തിന്റെ, ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് ഒരു 6 months ഒഴിവ് കിട്ടിയപ്പം ഞാൻ HDFC ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ HDFC ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ ഇദ്ദേഹമായിട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പം നല്ല മഴ, എനിക്കന്ന് ബാങ്കിൽ ഒരുപാട് ലേറ്റായി. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറിൽ എന്നെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ മിററിൽ ഇങ്ങനെ കാണുന്നു, ഇദ്ദേഹം കുടയൊക്കെ പിടിച്ചുകൊണ്ട് ശ്രീകണ്ഠൻ പ്രഭു, ഇദ്ദേഹം കുടയൊക്കെ പിടിച്ചുകൊണ്ട് നല്ല മഴയത്ത്, ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ദിവ്യ, ഇദ്ദേഹത്തിൻ്റെ അമ്മ വീട് വടകരയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടയിലുണ്ട് ഒരു പെണ്ണ്. ആ പെണ്ണ് ഇവിടെ സിന്ദൂരമൊക്കെ വെച്ച് ഇദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, മാരേജ് കഴിഞ്ഞു, ഇദ്ദേഹമല്ലേ അദ്ദേഹം എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ കണ്ണാടിയിലൂടെ തന്നെ നോക്കി, നല്ല മഴയും. അപ്പോൾ നോക്കിയപ്പം ഞാനിങ്ങനെ, ഇതാ ചേട്ടൻ തന്നെയല്ലേ, എന്താ ഇദ്ദേഹം ഇങ്ങനെ കുടയൊക്കെ പിടിച്ച്, അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ സ്വയം ഇങ്ങനെ എനിക്ക് മനസ്സിലായി. കല്യാണം, കാരണം ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് ആകെ ഫീൽ ചെയ്തു, ഓഹോ ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു വർഷം 2 വർഷമൊക്കെ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നാൽ അതൊക്കെ തീർന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എൻ്റെ മൈൻഡിനെയൊക്കെ പക്വതപ്പെടുത്തി. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് വന്നു. എൻ്റെ മാരേജ് വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലാണ് ഞാൻ ഫോൺ വിളിക്കാറ് ആ സമയത്ത്. അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് ഞാൻ എൻ്റെ മാരേജ് ഇൻവിറ്റേഷൻ അയച്ചപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്നൊരു കോള് വന്നിട്ട് പറഞ്ഞു, നീ ചതിച്ചിയാണ്, വഞ്ചകിയാണെന്ന് പറഞ്ഞു. പുള്ളിയുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഭയങ്കര ബഹളം. ഞാൻ എന്താണ്? അപ്പോൾ ആ കൂട്ടുകാരനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് മാമാന്നാണ്. ചുമ്മാ തമാശയ്ക്ക് ഒരു ദിവസം വിളിച്ചതാണ്, ഗണേഷ് മാമാന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഗണേഷ് മാമനോട് ഞാൻ പറയും, എന്താ ഗണേഷ് മാമ? അപ്പം എന്നോട് പറയണേ, നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു അമ്മു, അവൻ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറഞ്ഞേ, എനിക്ക് വേണ്ടി കാത്തിരിക്കുക? ചുമ്മാ ഇരി മാമ, കല്യാണം കഴിച്ചു, എനിക്കറിയാം, ഞാൻ കണ്ടതാന്ന് പറഞ്ഞു. എപ്പോൾ കണ്ടു നീ? ഞങ്ങളറിയാതെ അവൻ കല്യാണം കഴിക്കുക. കാരണം ഇവരൊരു 4-5 ഫ്രണ്ട്സ് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഞാൻ പറയും, ഗണേശ മാമ എൻ്റെ അടുത്ത് ചുമ്മാ നിങ്ങൾ കളിക്കരുത്, നോക്കൂ നിങ്ങളുടെ സുഹൃത്ത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അല്ല, അവൻ കെട്ടിയിട്ടില്ല, അവൻ ഞങ്ങളറിയാതെ കെട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടതാണ് ആളുടെ ഭാര്യനെ എന്ന് പറഞ്ഞു. ആഹാ, നീ എവിടെ കണ്ടു? ഞാൻ പറഞ്ഞു, കാലിക്കറ്റ് LIC ഓഫീസിൻ്റെ അവിടെ ആയിട്ട് ഞാൻ HDFC ബാങ്കിൽ നിന്ന് പോകുന്ന സമയത്ത്. അപ്പം എന്നോട് പറഞ്ഞു, കഷ്ടം, അതേ അവൻ്റെ പെങ്ങളായിരുന്നു, അവൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് അവൾക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ട് അവൻ വന്നതാണ്, മനസ്സിലായോ? നീ കണ്ടത് അവൻ്റെ പെങ്ങളെയാണെന്ന്. പെട്ടുപോയി. അപ്പം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് ഇവിടെ കല്യാണം ഒക്കെ 10,000-3000 പേരൊക്കെ വിളിച്ച് അച്ഛനൊരു 10, 100, 120 പവൻ്റെ ഗോൾഡും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവ ബഹുലമായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം 2010 മറ്റോ ആണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പോഴും വലിയ ഫ്രണ്ട്സാണ്, ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെയൊക്കെ ഓരോരോ അന്ന് അങ്ങനെ കണ്ട ആ ഒരു ഇത് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ മൈൻഡിൽ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി അവരുടെ വീട്ടിലൊക്കെ പോയപ്പോഴേക്കും അവരുടെ വൈഫൊക്കെ പറയുമോ, നിങ്ങൾ അന്ന് എഴുതിയ കുറേ കത്തുകളും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ കുറേ ഫോട്ടോസും അതൊക്കെ ഇവിടെ നിധി പോലെ ആൾ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്താണ് തന്നിരിക്കണേ, ഞാനതൊക്കെ ഇങ്ങനെ അലമാരയിൽ വെച്ചിരിക്കുന്നത്. ആളുടെ ഭാര്യ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. ഇപ്പോൾ അവർ ദുബായിലാണ്.
നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എഗ്ലെസ് കേക്കാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എഗ്ലെസ് കേക്കൊക്കെ ഉണ്ടാക്കി തന്ന് അവർക്ക് 2 മക്കളായി. ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും, നല്ല ക്ലോസ് ഫ്രണ്ട്സായിട്ട് തന്നെ ഇപ്പോഴും പോകുന്നു. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, അത്രയും വിശുദ്ധമായ പ്രണയങ്ങളുള്ള കാലത്തും നമ്മൾ എന്തുമാത്രം സഫർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒത്തിരി 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 നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പം കാലം മാറി. അന്നൊന്നും നമ്മളുടെ കയ്യിൽ ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്യാൻ പോലും കമിതാക്കൾ തമ്മിൽ ശ്രമിക്കില്ല. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുമ്പം ഇന്ന് കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അടുത്തത് കുട്ടികൾ പോകുന്നത്, തലമുറ പോകുന്നത് വളരെ മോശം കാലഘട്ടത്തിലേക്കാണ് അല്ലെ, വളരെ മോശം കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. ഞാൻ സഞ്ജുവിൻ്റെ അടുത്ത് ഈ കഥകളൊക്കെ പറയുമ്പോൾ സഞ്ജു ഇങ്ങനെ പറയും, മമ്മി മമ്മി മമ്മീൻ്റെ ലവ് പറയും, മമ്മീൻ്റെ ലവ് പറയും മമ്മി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അമ്മ പറയും, മിണ്ടാണ്ടിരുന്നോ, ആ ചാക്ക് മാത്രം ഇവിടെ തുറക്കണ്ട എന്നാ പറയാറ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയാ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ നമ്മുടെ മക്കളെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യണോ അത്രത്തോളം നമ്മളെ മക്കള് ട്രബിളിൽ പോകാതെ നിൽക്കും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരു ബ്ലൈൻഡായ പ്രണയത്തിലേക്കാണ് ഇവരൊക്കെ ഇങ്ങനെ പോകുന്നത്. മനസ്സിലായില്ലേ? ബ്ലൈൻഡായ ഒരു പ്രണയത്തിലേക്ക്. അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് ഒരിക്കലും നമ്മുടെ മക്കൾ പോവരുത്. കാരണം ഒന്നുകിൽ പൈസ, ഇല്ലെങ്കിൽ ശരീരം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, ഫോട്ടോസ്, ഇങ്ങനെ നമ്മുടെ തലമുറ നശിച്ചു പോകുന്നതിന് ഭയങ്കരമായ എന്താ പറയുക വഴികൾ ഇന്ന് അവർക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി ആൻഡ്രോയിഡ് ഫോൺസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ മക്കളുടെ മൊബൈൽ ഫോൺ എന്നും നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ ഉണ്ടാവണം. നിർബന്ധമായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കുട്ടികളുടെ ഫോൺ ഉണ്ടാവണം. അവരുടെ പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നിങ്ങൾ ചെക്ക് ചെയ്യണം. എക്സ്പെഷ്യലി അവരുടെ ഫോട്ടോസോ വീഡിയോസോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോസിൻ്റെ താഴെ വരുന്ന കമൻസും അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. ഞാൻ എന്നും എൻ്റെ സഞ്ജുവിൻ്റെ ഇൻസ്റ്റയും FBയിൽ എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് പോകാറുണ്ട്. അവൻ്റെ കമൻസ് ചെക്ക് ചെയ്യും, അവൻ്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആരാണെന്ന് ചെക്ക് ചെയ്യും. ഇങ്ങനെ നമ്മളുടെ ഒരു കടിഞ്ഞാൺ നമ്മളുടെ മക്കളുടെ പിന്നിൽ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതില്ലാത്ത പക്ഷം നമ്മളുടെ മക്കൾ ഏത് ചതിക്കുഴിയിൽ ചെന്ന് വീഴുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ നമ്മളുടെ മക്കൾക്ക് നമ്മളോട് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയാ അവസ്ഥ നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ മക്കൾക്ക് നമ്മളായിരിക്കണം ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അവർക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് നമ്മളിൽ ഉണ്ടാവണം. ഞാൻ എപ്പോഴും സഞ്ജുവിനോട് ഇപ്പൊ റീസെന്റ് സഞ്ജുവിന് ഒരു അഫയർ വന്നപ്പോഴേക്കും അവരുടെ അമ്മ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആക്കി വീട്ടിൽ സ്കൂളിൽ വന്നിട്ട് അവസാനം അവൻ്റെ പപ്പ എന്നെ വിളിച്ചില്ല, എൻ്റെ അടുത്ത് നേരെ അവനെ ഗുരുവായൂർക്ക് വിട്ട്. അപ്പം കാര്യം അറിയുന്നില്ല. ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിസിറ്റിംഗ് എന്താണെന്നുള്ളതാണ് ഞാനും ചിന്തിക്കുന്നത്. അവസാനം കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യേ സഞ്ജു, അവൻ്റെ പപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നിന്റെ മമ്മി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു മോനേന്നും പറഞ്ഞാണ് അവനെ വിട്ടത്. ഇവൻ ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുക. ഞാൻ അവസാനം പറയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രണയമുള്ളതിനാണോ നീ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് ആ പെങ്കൊച്ചിനെ വേണമെങ്കിൽ മമ്മി കെട്ടിച്ചിരടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ +2 നമ്മൾ കെട്ടാൻ പോയ ബുദ്ധിമുട്ടല്ലേടാ മക്കളെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക അവരെ ഞാൻ സമാധാനിപ്പിച്ചു. ഇന്ന് അവരുടെ അമ്മ നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അവരുടെ അമ്മ, അവരുടെ മാമി, അവരുടെ ആൻറ്റി അവരൊക്കെ നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്യുന്നു. അവർ ഉള്ളി, വെളുത്തുള്ളി, സവാള ഉപേക്ഷിച്ചു, നോൺ വെജ് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ അവർ ഗീത വായിക്കുന്നു, നമ്മുടെ എല്ലാ ക്ലാസ്സും വാച്ച് ചെയ്യുന്നു. എല്ലാം നമ്മുടെ എല്ലാ ലൈവും അവർ കാണുന്നു. അത്രയും നല്ല ഒരു റിലേഷനിലേക്ക് അവർ വന്നു. അപ്പോൾ സഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ കുറേ വരായികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ പെൺകുട്ടിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, മോളെ മമ്മി നിനക്കൊരു ഗിഫ്റ്റ് തരാം. ആ ഗിഫ്റ്റ് നീ എത്ര നാൾ, ഇപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരു പക്ഷേ നീ സൂക്ഷിച്ചു വെക്കും, പക്ഷെ നീ എത്ര നാൾ ആ ഗിഫ്റ്റ് ഉപയോഗിക്കും എന്നുള്ളത് നീ എന്നോട് പറയണം. ആ ഉപയോഗം കഴിഞ്ഞാൽ നിനക്കത് ഒരു സാധാരണ പോലത്തെ ഒരു സംഭവമായി അല്ലേ, നിനക്ക് അതിന്റെ വാല്യൂ പോവും. അതേപോലെയാണ് ലൈഫും. നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ വന്നാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ നഷ്ടപ്പെടും. അപ്പൊ അതിനൊരു പുതുമ ഉണ്ടാവില്ല.
ആ പുതുമയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാൻ ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തു. ആ കുട്ടിക്ക് അത് മനസ്സിലായി. ഓക്കെ മമ്മി, ഉറപ്പായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ അംഗീകരിക്കുന്നു. ഈ ലോകത്ത് ആരും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ അംഗീകരിക്കും. എപ്പോഴും അതെ മമ്മി, അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കും. എനിക്ക് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. സോ എനിക്ക് സഞ്ജു മോളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അത് നിങ്ങൾ നല്ല പൊസിഷനിൽ ജോലിയിൽ ഇരുന്നു കൊണ്ട് മമ്മിയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മമ്മി ഹാപ്പിയാണ്. അതർവൈസ് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ആ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തപ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായിട്ട് ഒന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? ഒന്നും അവർക്ക് മറച്ചു വെക്കാനില്ല. എല്ലാവരും ഓപ്പണായി നമ്മളോട് സംസാരിക്കുന്നു, എന്തും സംസാരിക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യമാണ് നമ്മൾ നമ്മുടെ മക്കളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഞാൻ എൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ, അന്ന് എൻ്റെ അച്ഛൻ എന്നെ അത്രയും അടിച്ചപ്പോൾ, എൻ്റെ ഫാമിലി എന്നെ അത്രയും എഗെയിൻസ്റ്റായി എനിക്ക് നിന്നപ്പോൾ എൻ്റെ ലക്ഷ്യം മുഴുവൻ എന്താണ്? അദ്ദേഹത്തിന്റെ കൂടെ പോകണം. അവിടെ എൻ്റെ അച്ഛൻ എന്താണ്, എൻ്റെ അമ്മ എന്താണ്, എനിക്ക് അത്രയും ചിന്തിക്കാനുള്ള പക്വത വരുന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഈ 2023 ഇരുന്നു കൊണ്ട് ഞാൻ അന്നത്തെ കാലം ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നു, വേവ് ലെങ്ത് മനസ്സിലാവുന്നു. ഇന്നത്തെ പക്വത നമുക്ക് അന്നില്ല. ഇതേ പക്വതയിലൂടെയാണ് നമ്മുടെ മക്കളും കടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അന്ന് എന്ത് ചിന്തിച്ചോ അത് തന്നെയാണ് നമ്മുടെ മക്കളും ചിന്തിക്കുക. അപ്പോൾ അന്ന് നമ്മൾക്കില്ലാത്ത ഒരു ഫ്രീഡം, നമ്മൾക്കുള്ളിൽ അന്ന് എന്തുകൊണ്ട് ആ ഭയം ഉണ്ടായി? ഒന്നും വീട്ടിൽ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം, അല്ലെ? അപ്പൊ ആ ഭയം എൻ്റെ മകന്റെ ഉള്ളിൽ ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറയും, കുഞ്ഞാ, നീ എന്ത് വേണമെങ്കിലും നിനക്ക് മമ്മിയോട് പറയാം, എന്തും പറയാം. നിന്നെ കേൾക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിനക്ക് എന്ത് ആവശ്യമുണ്ടോ, നീ എവിടെ പോകുന്നു, നീ എന്ത് ചെയ്യുന്നു, നീ എന്താണ് ഏതാണ്, എല്ലാം നീ എന്നോട് പറയൂ. ഞാൻ ഇവിടെ നിന്നെ കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യം. ബിന്ദുമ്മ, ഫോൺ ഇവിടെ വെച്ചിട്ട് എങ്ങോട്ടും പോവല്ലേ, മഞ്ജരീസിന്റെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്തും എന്നോട് തുറന്ന് പറയുന്നു. ഈ സമയം വരെ എനിക്ക് തോന്നുന്നു, എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഒന്നും മറച്ചു വെക്കുന്നില്ല, എല്ലാം പറയുന്നു. അതിൽ തെറ്റേത് ശരിയേതെന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കാനും പറയാനും എല്ലാം പറ്റുന്നുണ്ട്. അവർ തമ്മിൽ അടികൂടുമ്പോൾ എന്നെ വിളിക്കും, സംസാരിക്കും. സോ അങ്ങനെയുള്ള ഒരു കാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ മക്കൾക്കുള്ളിൽ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവില്ല. നമ്മൾ അത്രയും സ്നേഹം കൊടുത്ത് നമ്മളെ മക്കളെ വളർത്തിയിട്ട് ഒരു ദിവസം നമ്മളെ അനാഥരെ പോലെ ആക്കിയിട്ട് നമ്മുടെ വാത്സല്യം, നമ്മുടെ സ്നേഹം, നമ്മുടെ എല്ലാ പ്രതീക്ഷകൾ എല്ലാം നശിപ്പിച്ച് നമ്മുടെ മക്കൾ ഒരു വഴിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശ്രയമില്ലാത്തവരായി പോവുകയാണ് നമ്മൾ. അത് മക്കളുടെ ഭാവിയോ പണമോ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല. നമ്മൾ കൊടുത്ത വാത്സല്യം, നമ്മൾ വന്ന വഴികൾ, ഇതെല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിട്ട് നമ്മൾക്ക് വീണ്ടും നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരികയാണ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ മക്കളുടെ ലോകം നമ്മളായിരിക്കണം. പക്ഷേ നമ്മളുടെ നിശബ്ദമായിരിക്കുന്ന കണ്ണുകൾ അവരുടെ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും വേണം, അവരുടെ കൂടെ വേണം, അവരുടെ ഒപ്പം വേണം. ആ ഒരു നമ്മളെന്നും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. 24 hours 365 days നമ്മളുടെ ശ്രദ്ധ അവരുടെ പിന്നിൽ വേണം. അപ്പോൾ നമ്മുടെ മക്കൾ ഒരിക്കലും തളർന്നു പോവില്ല. ഞാൻ അവനോട് പറഞ്ഞു, സഞ്ജു, നിന്നിൽ ഭയങ്കരമായ ഒരു സംഭവമുണ്ട്. അതാണ് നിന്നെ ആ കുട്ടി ഇത്രയും ഇഷ്ടപ്പെടുന്നത്. അത് നീ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്, മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്കും ഞാൻ ആ ഒരു പക്വതയിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മോളെ, ഇതാണ് ഒരു പെൺകുട്ടി. ഒരു പെൺകുട്ടിയുടെ ശരീരം ഇതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ആ ഒരു ഇഷ്ടം വരുന്നത് ഇങ്ങനെയാണ്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് മമ്മി ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ എൻ്റെ മോള് ഒരിക്കലും സ്ത്രീകൾക്ക് തെറ്റായ രീതിയിലുള്ള ഒരു വാക്ക്, പ്രവൃത്തി, ഇത് ഒന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ ഏജ് അതാണ്, 17-18 വയസ്സ് എന്ന് പറയുന്നത് ഭയങ്കരം കത്തി നിൽക്കുന്ന ഒരു ഏജാണ്. ആ ഏജിൽ ഒരിക്കലും, അപ്പൊ എന്നോട് മമ്മി ഒരിക്കലും ഇല്ല, ഞാൻ ഇങ്ങനെയായിരിക്കും. ഞാൻ പറയും, നാളെ ഒരു പക്ഷേ ഈശ്വരന്റെ നിശ്ചയമാണ്, നീ മമ്മിയുടെ മകളായി വന്നില്ല എങ്കിൽ തന്നെയും നിനക്ക് ഏത് സമയത്തും എന്നെ നിനക്ക് വിളിക്കാം, സംസാരിക്കാം. ഞാനുമായിട്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെ നിന്ന് മമ്മി എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ആ ഒരു ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിളിക്കും. എല്ലാവരും ഞാൻ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും പറയാനുള്ള ഒരു സാഹചര്യമാണ്. അത് നിങ്ങൾ ആരും മറക്കരുത്. ഞാൻ എൻ്റെ ലൈഫിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് തരുന്നത്. ക്ലിയർ? ഹാപ്പി?
അപ്പോൾ നമുക്ക് ഗീതയിലേക്ക് പോകാം. ഇനി നമുക്ക് കൃഷ്ണന്റെ പ്രണയം കേൾക്കാം അല്ലേ? ആ പ്രണയത്തിലൂടെ നമുക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം പെൻഡിങ് ഉണ്ട്. അത് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഹാപ്പിയാണോ? നമ്മൾ 3-ാം അധ്യായമായിരിക്കുന്ന കർമ്മയോഗത്തിലാണ് നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നത്. ഭഗവത്ഗീത ശ്രീല പ്രഭുപാജിയുടെ കർമ്മയോഗം, ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീതയിൽ 3-ാം അധ്യായം കർമ്മയോഗത്തിൽ 16-ാം ശ്ലോകത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഓക്കെ, ആ 16-ാം ശ്ലോകം എന്ന് പറഞ്ഞാൽ ഏവം പ്രവർത്തിതം ചക്രം നാനുവർദ്ധയതീഹായ അഘാരിയുന്ദ്രിയാരാമോ മോഘം പാർത്ത സജീവതി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട അർജുന, ഭഗവാൻ പറയാണ്, പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ദുബായിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു ഒരു കൊറോണയ്ക്ക് മുമ്പേ, ഓണം ഈദ് വിത്ത് ദുബായ് മലയാളീസ്. അപ്പോൾ പ്രോഗ്രാമിന് പോയപ്പോൾ എന്താ പറയുക, ആ സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ആ പ്രോഗ്രാം കാണാൻ അദ്ദേഹവും ഫാമിലി ഉണ്ടായിരുന്നു. അതും എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓ ഫമ്മു, ഇന്ന് എവിടെ നിൽക്കുന്നു നീ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണെന്ന്. പക്ഷെ അതിൽ വേറെ ഞങ്ങൾക്കിടയിൽ ഒരു ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? അയ്യോ, അത് പറയാൻ വിട്ടുപോയി. വേറെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പം, ഒരിക്കൽ എന്താ പറയുക, ഒരു മൊബൈൽ വന്ന സമയത്തെല്ലാം തോന്നുന്നുണ്ട്, ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, പണ്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കുറേ കാലം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയോ? ഞാൻ എങ്ങനെയാണ്, അന്നൊന്നും ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലോ ഒന്നിലും ഇല്ല, ഡാൻസൊക്കെ പഠിക്കുന്നുണ്ടെന്നല്ലാതെ ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ലാലേട്ടൻ്റെ. അതിൽ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് കണ്ണ് കാണാണ്ട് ആ പെൺകുട്ടിക്ക് അവസാനം അദ്ദേഹം കണ്ണ് കൊടുത്തിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്നും അല്ലാത്ത അവസ്ഥയിൽ വന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടി വലിയൊരു സെലിബ്രിറ്റിയായി. ആ പെൺകുട്ടിയുടെ പാട്ട് ആ സെലിബ്രിറ്റിയായി ആ പെൺകുട്ടി പാടുന്ന സമയത്ത് എന്താണ്, അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ആ സ്റ്റേജിൽ നിൽക്കുന്ന പോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അതൊന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് പണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയോ CD ഒക്കെ വിൽക്കുന്ന കടയിലൊക്കെ പോയി അങ്ങനെ ആ സിനിമ എടുത്ത് CD പ്ലെയറിലിട്ട് ആ സിനിമ അന്ന് കുത്തിയിരുന്ന് മുഴുവൻ കണ്ടു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ ആ സിനിമ എന്നോട് കാണാൻ പറഞ്ഞത്? കുറേ കാലം കഴിയുമ്പോൾ, ഞാൻ ലാലേട്ടൻ്റെ അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലേക്ക് പോയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾക്കുള്ളിൽ വരുമോ എന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നു എന്ന് അദ്ദേഹം അന്ന് പണ്ട് എന്നോട് പറഞ്ഞിരുന്നു. ആസ് ദ സെയിം, ഞാൻ അവരുടെ നാട്ടിൽ മാനന്തവാടിയിൽ തന്നെ എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാം വന്നു, കോട്ടയം നസീർ സാറിൻ്റെ കൂടെ. അങ്ങനെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിന് പോയപ്പം അവരുടെ ഫ്രണ്ട്, ഞാൻ ഗണേശമാമൻ എന്ന് വിളിക്കുന്ന ഗണേശമാമൻ്റെ വീട്ടിലായിരുന്നു. കാരണം ഞാൻ വയനാട്ടിൽ കാല് വെച്ചാൽ ഗണേശമാമൻ്റെ സിസ്റ്റേഴ്സ് ബിന്ദു ചേച്ചിയും ഗണേശമാമൻ്റെ വൈഫ് +2 ടീച്ചറാണ്. പിന്നെ ഗണേശമാമൻ്റെ അമ്മ, ഇവരൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട പത്തിരി, കറി ഇതൊക്കെ അവരുണ്ടാക്കി വെക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരുടെ വീട്ടിലാണ് അന്ന് താമസിച്ചത്. അങ്ങനെ പിറ്റേന്ന് അന്ന് വൈകിട്ട് പ്രോഗ്രാമിന് ഞാനും ഗണേശമാമൻ ഫാമിലി, പിന്നെ പുള്ളിയുടെ തന്നെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബാബുജി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെല്ലാവരും അവരുടെ ഫാമിലി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജ് പ്രോഗ്രാമിന് പോയപ്പം, ലൈക്ക് നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളെ കൂടെ വന്നവർക്ക് ഒരു പ്രത്യേക പരിഗണനയാണല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഗണേശമാമൻ പറയാണ്, പണ്ട് നീ അവനുമായിട്ടുള്ള ആ പ്രണയത്തിൻ്റെ സമയത്ത് ഞങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും മുഖത്തേക്ക് നോക്കില്ല, ഇന്ന് ഇത്രയും ജനസഹസ്രമുള്ള ആ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തൊക്കെയോ മൈൻഡിലൂടെ ഇങ്ങനെ പോകുന്നു അമ്മു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ദുബായിൽ പ്രോഗ്രാം വന്നപ്പം ആസ് ദ സെയിം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്നെ വന്ന് ഗ്രീൻ റൂമിൽ നിന്ന് ഇവർ കണ്ടു, ഇദ്ദേഹവും ഫാമിലിയൊക്കെ വന്ന് കണ്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞാൽ അവർ സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു ചെയിൻ സോങ് പാടി തീർക്കുമല്ലോ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും കൂടെ. അങ്ങനെ പാടിക്കഴിഞ്ഞ് പോകാൻ നേരം അദ്ദേഹം എന്നോട് പറയണ, ഞാൻ പണ്ട് നിന്നോടൊരു സിനിമ കാണാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, നിന്നിഷ്ടം എന്നിഷ്ടം. അന്ന് ലാലേട്ടൻ അതിൽ ആർട്ടിസ്റ്റ് പാട്ട് പാടുമ്പം സ്റ്റേജിൻ്റെ താഴെ നിന്ന പോലെ ഇന്ന് നിന്റെ ഈ 3 മണിക്കൂർ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫാമിലിയും സ്റ്റേജിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഭയങ്കര കണക്റ്റഡ് ആണ്. അതാണ് ഈ ആത്മാവിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ തോന്നുമ്പം അത് ശരിയാവും.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ ശരീരമാകുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള തോന്നലുകളല്ല, ആത്മാവെന്ന് പറയുന്ന ഒരു വലിയ തത്വമാണത്. ക്ലിയർ? ആ ആത്മാവിൽ ചില കാര്യങ്ങൾ തോന്നുമ്പോൾ അത് പക്ക കറക്റ്റാണ്. അങ്ങനെ ഒരു ആത്മാവിന്റെ തോന്നൽ തന്നെയായിരുന്നു അവിടെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സംസാരിച്ചത്. 2012 സംസാരിച്ചത് 2020 യാഥാർത്ഥ്യമാകുന്നത്. 20 18 17 or 18 2002 സംസാരിച്ചത് 2007 8 അങ്ങാണ്ട് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആത്മാവെന്ന് പറയുന്നത് ഭയങ്കരം സത്യമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നുമ്പോൾ അത് ചെയ്യരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. ക്ലിയർ? അതിനെ താണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഹരികൃഷ്ണ അച്ഛ, അതിനെ താണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കത് എന്തെങ്കിലും ഒരു ട്രബിൾ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ പോയ പല കാര്യങ്ങളുണ്ടാവും. ആ കിട്ടാതെ പോയതിനെ കുറിച്ചൊന്നും ഓർത്തിട്ട് നമ്മൾ ഒരിക്കലും ഫീൽ ചെയ്യരുത്. കാരണം അന്ന് എനിക്ക് ആ ലൈഫ് കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഒരിക്കലും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരില്ല. അതുപോലെ ഞാൻ എൻ്റെതായ ഈ ഒരു സന്തോഷമുള്ള ലോകത്ത് ഇത്രയും സന്തോഷത്തോടെ ഫ്രീഡത്തോടു കൂടി ഞാൻ എന്താണ് എന്ന് എനിക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റാതെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഞാൻ ഒതുങ്ങി ജീവിക്കേണ്ടി വന്നേനെ. മേ ബി ഈ 141 പേരെയും എനിക്ക് കാണാൻ പറ്റാതെ പോയേനെ. ഇതുപോലെ ഭഗവാന്റെ ഏറ്റവും വലിയൊരു ദൗത്യം, നമ്മുടെ ദൗത്യമായിരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കുന്ന പ്രചരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയേനെ. ഈ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രചരണമാണ്, അല്ലെ? ഭഗവാന്റെ ഗീത പ്രചരിപ്പിക്കുക. അതിനേക്കാൾ മഹത്തരമായിരിക്കുന്ന ഒരു സ്ഥാനം, അതിനേക്കാൾ മഹത്തരമായിരിക്കുന്ന ഒരു കഴിവ്, അല്ലെങ്കിൽ അതിനേക്കാൾ മഹത്തരമായിരിക്കുന്ന ഒരു അനുഗ്രഹം അത് വേറെ എവിടെയുമില്ല. നിങ്ങളും ഇതുപോലെ പ്രചരണം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. 10 പേര് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ കൊടുക്കാൻ പാകത്തിൽ നിങ്ങൾ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഓരോ ലൈൻസും എടുത്തെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഭഗവാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതൊന്നും എൻ്റെ നഷ്ടങ്ങളല്ല, ഇതെല്ലാം എൻ്റെ സന്തോഷങ്ങളായിരുന്നു. ഇന്നും സന്തോഷത്തോടെ എനിക്ക് അതെല്ലാം ഓർക്കാൻ പറ്റുന്ന ഏറ്റവും മധുരമായിരിക്കുന്ന, ഏറ്റവും മനോഹരമായിരിക്കുന്ന, നിർവൃതി നൽകുന്ന ഒരു സമയമായിരുന്നു അതെല്ലാം. പക്ഷെ ആ സമയത്ത് നമ്മൾ അത് അനുഭവിക്കുമ്പോൾ നമ്മൾക്കത് ഫീലിങ്സ് ആണ്. എന്നാൽ ഈ സമയത്ത് നമ്മൾ അതെല്ലാം ഓർത്തെടുക്കുമ്പോൾ ഭയങ്കരം ഹാപ്പിയാണ്, അല്ലെ? നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമുക്കൊന്ന് ഗണേശമാമനെ വിളിക്കാം. ഇതെല്ലാം ലൈവിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരം സ്നേഹത്തോടെ കുറച്ച് നായയെ പട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് സംസാരിക്കാറ്. പക്ഷെ അങ്ങനെ എനിക്ക് കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുക. സോ അങ്ങനെ ഒരു വളരെ നല്ല ഒരു എന്താ പറയുക, ഈ ഒരു കുടുംബ ബന്ധങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ആ ബന്ധങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തിരുനെല്ലിയിൽ പോയിട്ട് ഒരു ലൈവ് ഇടുകയാണെങ്കിൽ അവർ വിളിക്കും എന്നെ. അതേ ഗണേശമാമ വിളിച്ചിട്ട് പറയും, നിന്നെ ഇപ്പം ബിന്ദു ചേച്ചി വിളിക്കൂട്ടാ, നല്ലോണം കിട്ടുന്നിരിക്കുന്നത്. കാരണം ഞാൻ പ്രണയിച്ച വ്യക്തിയുടെ കൂട്ടുകാരൻ്റെ സിസ്റ്ററും അമ്മയൊക്കെയാണ് അവർ വിളിക്കും, നീ വയനാട്ടിൽ വന്നില്ലേ, ബാക്കി അവർ നോക്കിക്കോളും എന്ന് പറയും. അങ്ങനെയാണ് ആ ബന്ധങ്ങൾ സൂക്ഷിച്ചത്. 10-20 വർഷങ്ങളുടെ ബന്ധമാണത്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ബന്ധങ്ങളെയും സ്നേഹത്തോടു കൂടി, ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിക്കുക. നമ്മൾ കാരണം ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാതെ നോക്കുക. ഓരോ നല്ല നിമിഷങ്ങളെയും മനസ്സിൽ താലോലിക്കുക. നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക. നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മളുടെ നേട്ടങ്ങളാക്കി നമ്മൾ കാണുക. നമ്മളുടെ കണ്ണുകളിൽ മാത്രമാണ് അത് നഷ്ടങ്ങൾ. പക്ഷേ നമ്മൾ മുന്നോട്ട് പോയ വഴികളിൽ നമ്മൾ ആ നഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയേനെ. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ഗ്രാഫ് ഭഗവാൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഷ്ടങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് മനുഷ്യജീവിതം പൂർണ്ണമാവുന്നതും ഭഗവാന്റെ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാവുന്നതും, അല്ലെ? ഏകലവ്യന്റെ കാര്യം നിങ്ങൾക്കറിയാലോ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. ഓരോ നഷ്ടങ്ങൾ വന്നപ്പോഴും, ഈവൻ ഗഡോൽഗജൻ മരിച്ചപ്പോൾ പോലും അവരെല്ലാവരും വേദനിച്ചു. പക്ഷേ ഭഗവാൻ അർജുനനെ സേവ് ചെയ്യായിരുന്നു. പകരം വെക്കാനില്ലാത്ത ഒരു തേരാളി, ഒരു പോരാളി, ഏറ്റവും നല്ല വ്യക്തിത്വം ആ അർജുനൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾക്ക് ഗീത കിട്ടിയത്. ആലോചിച്ചു, ആർക്കാണ് ഭഗവാൻ ഗീത പറഞ്ഞു കൊടുത്തത്? അർജുനനാണ് പറഞ്ഞു കൊടുത്തത്. ആ അർജുനൻ കാരണമാണ് നമ്മൾക്ക് ഗീത ഉണ്ടായത്. അപ്പം ആ അർജുനൻ ഒരു വ്യക്തി അത്രയും ഭഗവാനിൽ ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് ഗീതോപദേശം നടന്നു. അപ്പൊ ആ അർജുനന് അന്ന് ഗഡോൽഗജൻ മരിച്ചപ്പോഴൊക്കെ അവർ വിഷമിച്ചിരുന്നത് കൊണ്ട് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഒരു എന്താ പറയാ സമ്പൽ സമൃദ്ധിയുള്ള തലമുറയാണ് ഭഗവാൻ വാർത്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ നഷ്ടങ്ങളാണ് നമ്മുടെ നേട്ടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും കരയരുത്, ആരും വിഷമിക്കരുത്. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം സന്തോഷങ്ങളാക്കി മാറ്റണം. ഓക്കെ? ഹരേ കൃഷ്ണ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പിയാണോ നിങ്ങളെല്ലാവരും? മഞ്ജരീസിലൂടെ ക്ലാസ് കേൾക്കുമ്പം ഒരിക്കലും ഗീത മാത്രം പറഞ്ഞ് ഒരു ഭഗവാന്റെ പാട്ടും വെച്ച് പോകുന്നതിൽ അർത്ഥമില്ല. ജീവിതവും ആത്മീയതയിലൂടെയും നമുക്ക് കടന്നു പോകണം, അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്, അല്ലെ? നമുക്ക് വേദങ്ങളുണ്ട്. നമ്മുടെ വേദങ്ങളിൽ തന്നെ നമുക്ക് ഗീതയും ഭാഗവതത്തെയും എല്ലാം ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള വേദങ്ങളെ അനുഷ്ഠിക്കാതെ, വേദങ്ങളെ അനുസരിക്കാതെ, വേദങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പാപം നിറഞ്ഞ ജീവിതമാണ്. നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? നമ്മുടെ ജീവിതം പാപമായി തീരാൻ വേണ്ടി ആരും ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഇന്നിൽ ജീവിക്കണം, ഇപ്പോൾ ജീവിക്കണം, ഈ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മളുടെ നേരെ വരുന്ന എന്ത് പ്രശ്നങ്ങളെയും നമ്മൾ നിസാരമായിരിക്കുന്ന പക്വതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ പാപം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് വേണ്ട എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? വേദങ്ങളെ നമ്മൾ അനുസരിക്കണം. വേദങ്ങൾ മനസ്സിലാക്കി വേദങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഇന്ദ്രിയ സമർപ്പണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവിതം ഫലമില്ലാത്തതാണ്. സായിറാം, ഇന്ദ്രിയ സമർപ്പണം ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. അതായത് കുറേ ഭക്ഷണം കഴിക്കുക, നാവിന് രുചിയുള്ള കുറേ ഭക്ഷണം കഴിക്കുക, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം കേൾക്കുക, നമ്മളെ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കാണുക, സുഖമുള്ള കാര്യങ്ങൾ മാത്രം കാണുക, കുറേ കിടന്നുറങ്ങുക. ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ഒരു സമർപ്പണം ആവരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75% ഭഗവാനും 25% നമ്മുടേതായ കുറച്ച് കുറുമ്പുകളും കളികളും ചിരികളും അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കണം. മനസ്സിലായില്ലേ? ആ ഒരു 75% ഭഗവാന്റേതാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഭക്ഷണം, നമ്മുടെ എല്ലാം ജോലി എല്ലാം ഭഗവാനുമായി കണക്ട് ചെയ്ത് ചെയ്യണം. ബാക്കി 25% നിങ്ങൾ അലക്ഷ്യരായിട്ട് അലസതാ മനോഭാവത്തോടെ ഇരുന്നോളൂ. ഒന്നും പ്രശ്നമില്ല, ആരും ഒന്നും പറയില്ല, അതിൽ തെറ്റും ഞാൻ പറയില്ല. കാരണം ഈ ലോകത്ത് വന്ന നമ്മൾ ആരും പൂർണ്ണരല്ല. പൂർണ്ണമായി നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനും കഴിയില്ല. അങ്ങനെ സാധിച്ചാൽ നമ്മൾ ലക്കിയാണ്, നമ്മൾ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾക്ക് അങ്ങനെ സാധിക്കട്ടെ. അല്ലാതെ നമ്മൾ ഒരു എന്താ പറയുക, വല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകരുത്. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വേണം, മനസ്സിലായില്ലേ? നിങ്ങളുടെ അതും പറഞ്ഞ് നീ പ്രണയിക്കാൻ പോണ്ട കേട്ടോ വിച്ചു, ശരിയാക്കും നിന്നെ ഞാൻ പ്രണയിച്ച കാലത്തല്ല നീ പ്രണയിക്കുന്നത്, നിനക്ക് നല്ല തേപ്പ് കിട്ടും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമ്മൾ സന്തോഷമാക്കിയിട്ട് പാപമില്ലാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. നമ്മൾ പാപം നിറഞ്ഞ ജീവിതം ജീവിക്കരുത്. അങ്ങനെ പാപം നിറഞ്ഞൊരു ജീവിതം വേണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഡെയിലി ഗീതയുടെ ഒരു പേജെങ്കിലും വായിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഗീതയുടെ ഒരു പേജെങ്കിലും നിങ്ങൾ വായിക്കണം, നിർബന്ധമാണ്. വേദങ്ങൾ എന്തു ആയിക്കോട്ടെ, ഗീതയോ മഹാഭാരതമോ അല്ലെങ്കിൽ കൃഷ്ണ ഒരു പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഞ്ജീവ് പ്രഭു നമ്മുടെ നമ്മുടെ ഇതില്ലേ ഭാഗവതമില്ലേ, ഇസ്കോൺ ഭാഗവതം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 18 വോളിയൂംസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇസ്കോൺ ഭാഗവതം 18 വോളിയൂംസ് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെപ്പോലെ ക്ലാസ് എടുക്കുന്നവർക്കും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലുള്ളവർക്കൊക്കെയാണ് ആ ബുക്കിന്റെ ആവശ്യം. അത് 10,000 രൂപയോളം വരും ആ ഒരു ഇസ്കോൺ ഭാഗവതത്തിന്. അപ്പം അതിനേക്കാൾ ചുരുക്കമായിട്ട് ഭാഗവതത്തിന്റെ ദശമസ്കന്ധമായിട്ട് നമുക്കൊരു കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതാണെങ്കിൽ ഭഗവാന്റെ ലീലകളെല്ലാം അതിൽ മനോഹരമായിട്ട് ശ്രീല പ്രഭുപാജി വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് ഒരു 400 ആ റേഞ്ചൊക്കെ ഉള്ളൂ ആ ബുക്കിന്. അപ്പം ആ ബുക്ക് എങ്കിലും നിങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ ബുക്കെങ്കിലും വാങ്ങി വെച്ചിട്ട് വായിക്കുക. ഒരു ദിവസം ഒരു പേജെങ്കിലും ഉണരുമ്പോൾ തന്നെ വായിക്കുക, ഉറങ്ങാൻ കിടക്കുമ്പോഴും വായിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ വായിച്ച് നമ്മുടെ ജീവിതം പാപമില്ലാത്ത കളങ്കമില്ലാത്ത ഒരു ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ? കഠിനമായിട്ട് പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? കഠിനമായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മളിങ്ങനെ കിടന്ന് എന്താ പറയുക, ഒരു പട്ടി ജോലി ചെയ്യുന്ന പോലെ നമ്മൾ ജോലി ചെയ്യണം, അല്ലേ? കഴുതയെ പോലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നേട്ടം? ജോലി ചെയ്യുന്നു, ലോൺ എടുക്കുന്നു, വീണ്ടും അത് അടയ്ക്കുന്നു, വീണ്ടും ജോലി ചെയ്യുന്നു, ചെയ്ത് നമ്മൾ എങ്ങോ എത്തുന്നു, എവിടെയോ നമ്മൾ എത്തുന്നു.
അവസാനം നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടെ നമ്മുടെ മക്കളും മക്കളുടെ ഭർത്താക്കന്മാരും എല്ലാം കൂടെ വഴക്കിടുന്നു. അവസാനം നമ്മൾ എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിൽ എത്തിപ്പെടും. ഇനി അനാഥാലയത്തിൽ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ എല്ലാവരും ആർമാദിക്കുന്ന ആ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട മുറിയിൽ നമ്മൾ തള്ളപ്പെടുന്നു. നമ്മൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ, ആഗ്രഹങ്ങൾ പറയാനാവാതെ, ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും ഇല്ലാതെ കുറേ മരുന്ന് പെട്ടികളുടെ നടുവിൽ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ പോയി ഹോമിച്ചിടണം. അപ്പോൾ നമ്മൾ ഈശ്വരനെ തേടും, അല്ലേ? പലരുടെയും ജീവിതത്തിൽ അതല്ലേ നടക്കുന്നത്. ആ സമയം നമ്മൾ ഈശ്വരനെ തേടാൻ നോക്കും. അങ്ങനെ വേണ്ട, നമുക്ക് അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ട. നമ്മൾ ഇപ്പോഴേ ഈശ്വരനെ തേടും. ഇപ്പോഴേ നമ്മൾ ഈശ്വരനെ തേടിക്കഴിഞ്ഞാൽ 400 ഇപ്പോഴേ ഈശ്വരനെ തേടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാമോ? നമ്മൾക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം വരില്ല. നമ്മളിൽ ഒരു ഭയങ്കരമായ വൈബ്രേഷൻ ഉണ്ടാവും. നമ്മളിൽ ഒരു നല്ലൊരു പ്രസന്നത നമുക്ക് വരും. അപ്പം അങ്ങനെ പ്രസന്നത വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോഴേ ഈശ്വരനെ തേടുന്ന അതിനാണ്. പഴയ ആളുകൾ പറയും, എന്താ പറയുക, വാർദ്ധക്യാവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സന്യാസം സ്വീകരിച്ച് പോകുന്നത്. തെറ്റാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈശ്വരനെ നമുക്ക് തേടാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈശ്വരനെ തേടി തേടി മുന്നോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം തീർന്നിട്ട് നമ്മൾ തേടേണ്ട ഒരാളല്ല ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ, അല്ലെ? എന്തിനാ നമ്മൾ കഠിനമായി പ്രവർത്തിക്കുന്നത്? സമ്പത്തിന് വേണ്ടിയിട്ട്. ഇന്ദ്രിയ സുഖം അനുഭവിക്കാനല്ലേ നമ്മൾ സമ്പത്ത് നേടുന്നത്. അങ്ങനെയുള്ളൊരു സാമ്പത്തിക സിദ്ധാന്തത്തെ തന്നെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊരു ജീവിതം നമുക്ക് വേണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക ലോകത്തിൽ സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ മുൻ പറഞ്ഞ പോലെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. മനസ്സിലായില്ലേ? ഈ ലോകത്ത് നമ്മൾ സുഖമായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം എന്നാണെങ്കിൽ നമ്മൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. ഭഗവാന് നിവേദ്യം വെക്കുക, ആ മഹാപ്രസാദം നമ്മൾ കഴിക്കുക, ഭഗവാന്റെ അടുത്ത് നമ്മൾ നാമം ചൊല്ലുക, ഭഗവാനോട് കൂടി ചേർന്നിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സ്മരണ, അത് ഭഗവാന് ഭഗവാന്റെ ആ ഒരു ഓർമ്മ അത് നമ്മളുടെ ഉള്ളിൽ വേണം. നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, അയ്യോ എൻ്റെ മക്കൾക്ക് പഠിക്കണം, അവന് ഫീസ് അടയ്ക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അല്ലേ? നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എന്തിന് ജോലിക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭഗവാന് ഒരു നേരത്തെ നിവേദ്യം എനിക്ക് എൻ്റെ കൈകൊണ്ട് കൊടുക്കണം, ഞാൻ അതിനു വേണ്ടി ജോലിക്ക് പോകുന്നു. മിച്ചം വരുന്നത് ഈ ലോകത്ത് ജീവിക്കാനുള്ള ചിലവുകൾ നമുക്ക് നോക്കണ്ടേ? ആ ചിലവുകളും നമ്മൾക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ ഭഗവാനുമായി കണക്ട് ചെയ്തിട്ടുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും എന്താണ് തളർന്നു പോകേണ്ട ഒരവസ്ഥയില്ല. ഒരിക്കലും നമ്മൾ തളർന്നു പോവില്ല. ഭഗവാനുമായിട്ട് തന്നെ നമ്മൾ സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാവിധ സമാധാനവും ഉണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. ബിന്ദുമ്മ ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയും ക്ലാസ്സിലാണ്. എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവർ അധികം ശക്തമായി തീരുന്ന അപായ സാധ്യതയുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. ഭഗവാനെ അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ വലിയൊരു പടുകുഴിയിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത്. മനസ്സിലായില്ലേ? ആരോഗ്യമുള്ള കാലം നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ സമ്പത്ത് എത്ര ചേർത്ത് വെക്കുന്നു എന്ന് അറിയുന്നില്ല, ഇതെല്ലാം എങ്ങനെ ചിലവാക്കുന്നു എന്ന് അറിയുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അത് തീർക്കാൻ അടുത്ത പ്രശ്നത്തിൽ പോയി തലവെക്കും, അത് തീരുമ്പോൾ അടുത്ത 2 പ്രശ്നത്തിൽ പോയി തലവെക്കും. അവസാനം നമ്മുടെ മക്കൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കും, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന്. അത്ര നാളും നമ്മൾ ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് 1ാമത്തെ വയസ്സിലോ 2ാമത്തെ വയസ്സിലോ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു ടോയ്സിന്റെ കാര്യം അവർക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, ചില വീടുകളിൽ അത് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് ഓർമ്മയുണ്ടാവാം. എത്ര പ്രാവശ്യം 1ാമത്തെയും 2ാമത്തെയും വയസ്സിൽ നിങ്ങൾ ഉറങ്ങാതെ ഇരുന്നു എന്ന് നിങ്ങൾക്കും ഓർമ്മയില്ല, നിങ്ങളുടെ മക്കൾക്കും ഓർമ്മയില്ല, അല്ലെ? അതേപോലെ എത്ര സെർലാക്കിന്റെയും ജൂനിയർ ഹോർലിക്സിന്റെയും ബോട്ടിൽസ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു എന്ന് വെച്ചാൽ അതും അവർക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ. ആലോചിച്ച് നോക്കണം. പക്ഷെ അവർക്ക് ഒരു കണക്കറിയണം, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു. ഈ കണക്ക് മക്കൾക്ക് അറിയണം. ചിന്തിച്ചു നോക്കൂ, ഈ കണക്ക് കുട്ടികൾക്ക് അറിഞ്ഞേ പറ്റൂ. ആലോചിച്ച് നോക്കണം. അപ്പൊ വേണ്ട ലില്ലി മാതാജി. അപ്പം എന്ത് വേണം? നമ്മൾ കുട്ടികളുടെ ഒരു കണക്ക് ബോധിപ്പിക്കുന്ന ഉപകരണമായി രക്ഷാകർത്താക്കൾ മാറരുത്. അവർക്ക് ചേർത്ത് വെക്കാനുള്ള ഒരു ഉപകരണമായി നമ്മൾ മാറരുത്. മക്കൾക്ക് തോന്നണം, എൻ്റെ അച്ഛനും അമ്മയും അധ്വാനിച്ച് എന്നെ ഇത്രത്തോളം എത്തിച്ചു, അച്ഛനും അമ്മയ്ക്ക് ഈശ്വരനാണ് വലുത്, ആ ഈശ്വരനെ ഞാനും ഭയപ്പെടണം, അല്ലാത്ത പക്ഷം അവര് എന്നെ ഒഴിവാക്കും.
അങ്ങനെയുള്ളൊരു ചിന്ത അവർക്കുള്ളിൽ വരണം. അങ്ങനെ വരുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക. മനസ്സിലായില്ലേ? കർമ്മയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നീ 3 വഴികളിൽ ഏതെങ്കിലും നമ്മൾക്ക് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് ഭഗവാനെ അറിയാം. ഒന്ന് കർമ്മയോഗം, ഒന്ന് ധ്യാനയോഗം, ഒന്ന് ഭക്തിയോഗം. ഇതിൽ കർമ്മയോഗം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇനി ധ്യാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്. ഈ 2 എണ്ണം എന്താണെന്ന് മുന്നോട്ട് പഠിക്കും. കർമ്മയോഗത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ അറിയുന്നത് എങ്കിൽ വളരെ നല്ലത്. ഇനി ധ്യാനയോഗത്തിലൂടെയും അതുപോലെ തന്നെ എന്താ പറയാ ഭക്തിയോഗത്തിലൂടെയുമാണ് എങ്കിൽ നമ്മൾക്ക് എന്താ അറിയാൻ പറ്റും? ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മക്കളും ഒരു കാരണവശാലും, തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ പ്രഭു അങ്ങയുടെ ജ്യേഷ്ഠന്റെ പേരും നാളും എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് തരൂ കേട്ടോ. അപ്പം ഒരു മക്കളും നമ്മൾക്ക് മുമ്പിൽ ചോദ്യം ചെയ്യില്ല, ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നമ്മൾ വെറുതെ ഗുരുവായൂരപ്പനെ അറിഞ്ഞിട്ട് കാര്യമില്ല. 3 വഴികളുണ്ട്: കർമ്മയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. നമ്മൾക്ക് വേദങ്ങൾ അനുശാസിക്കുന്ന യോഗങ്ങളിലൂടെ നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ആധികാരികമായി അറിഞ്ഞു പോയാൽ നമ്മൾ എവിടെ ഒറ്റപ്പെടില്ല. നമ്മുടെ മക്കളുടെ നേരെ അങ്ങനെയുള്ള ഒരു കൂരമ്പ് തറച്ച പോലത്തെ ഒരു ചോദ്യം നമ്മളിലേക്ക് വരികയില്ല. പിന്നെ മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് അല്ലെ. ഈ ജന്മം നമുക്ക് എന്തിനാ കിട്ടിയിരിക്കുന്നത്? വെറുതെ തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാനാണോ? അല്ല. ഒരു ലക്ഷ്യമുണ്ട് ഈ ജന്മത്തിന്: ആത്മസാക്ഷാത്കാരം. അതായത് ഭഗവാനെ അറിയാതെ ജീവിച്ച എത്രയോ ജന്മങ്ങളിൽ നിന്ന് ഉള്ള ഒരു മോചനമാണ് ഈ ജന്മം. അതിനാണ് ഭഗവാൻ നമുക്ക് 2 കണ്ണും 2 കൈയും 2 കാലും ഈ ശരീരമൊക്കെ ആയിട്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഏതോ ജന്മങ്ങളിൽ നമ്മൾ മരങ്ങളായിരുന്നു, ഏതോ ജന്മങ്ങളിൽ നമ്മൾ വെജിറ്റബിൾസ് ആയിരുന്നു. അന്ന് ഭഗവാൻ നമ്മളെ വെച്ചത് എന്തിനാണ്? മറ്റു ജീവജാലങ്ങൾക്ക് ഭക്ഷണമാക്കാൻ. അപ്പം ഇന്ന് നമ്മൾക്ക് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത് എന്തിനാണ്? ഭഗവാനെ അറിയാൻ. അപ്പം ആ ഭഗവാനെ അറിഞ്ഞുകൊണ്ടുള്ള ആ ജീവിതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ ജന്മം തന്നിരിക്കുന്നത്. എന്തിനാ ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നതെന്ന് ഇനി ഒരിക്കലും തിരുനടയിൽ പോയി ചോദിക്കരുത്. ഭഗവാൻ തന്നിരിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. മോഹനൻ വിശാഖം അല്ലേ? ബിന്ദു അമ്മ അല്ലേ? ഒന്നുമില്ല, ഇവിടെ ഉണ്ട്, പേപ്പർ ഉണ്ട്. ഇതാ ബിന്ദുമ്മ, ഇതെടുത്തോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ആത്മസാക്ഷാത്കാരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ആത്മസാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ അത്രയും നന്നായിട്ട് അറിയണം. വെറുതെ ഗുരുവായൂരപ്പനെ അറിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അറിയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ പോയി ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ജന്മം വെറുതെ കളയാനും പാടില്ല. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും വിജയലക്ഷ്മി മാതാജി. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവാനേ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? പാപപുണ്യങ്ങൾക്ക് അതീതമായ അതീന്ദ്രിയ പ്രജ്ഞയുള്ളവർക്ക് ഈ ചടങ്ങുകൾ മുറപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്കൊരു അതീന്ദ്രിയമായിട്ട് നമ്മൾ ഭഗവാനെ അറിയുന്നു എങ്കിൽ, ഗുരുവായൂരപ്പനെ അറിയുന്നു എങ്കിൽ, എങ്ങനെയാണ് അതീന്ദ്രിയമായിട്ട് നമ്മൾ അറിയുന്നത്? നമ്മുടെ ഈ ശ്രീല പ്രഭുപാജി തന്നിരിക്കുന്ന ഗീതയിലൂടെ, നമ്മുടെ ജപത്തിലൂടെ, നമ്മളുടെ ഗുരു പരമ്പരയിലൂടെ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും, ഗുരുവായൂരപ്പനെ അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു അതീന്ദ്രിയ ജീവിതത്തിലേക്കാണ് പോകുന്നത്. യമനിയമങ്ങളൊക്കെ പാലിച്ച്
നാമാപരാധങ്ങളൊക്കെ മനസ്സിലാക്കി വൈഷ്ണവ ജീവിതം ആണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരുപാട് നാൾ കഴിയുമ്പോൾ നമ്മളൊരു അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക് യാഥാസ്ഥികമായിട്ട് കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്ന നമ്മൾ ഒരിക്കലും പിന്നെ ഒരാവശ്യവും നമ്മൾ പറയില്ല കൃഷ്ണനോട്. ഭൗതികമായിരിക്കുന്ന ഒരാവശ്യവും നമ്മൾ പറയില്ല. കാരണം നമുക്കതൊന്നും ആവശ്യമില്ല. ഈ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ അനുഭവിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മസാക്ഷാത്കാരം നേടാനാണ്. അതായത് ഈ ആത്മാവിനെ സാക്ഷാത്കരിപ്പിക്കാൻ, ഈ ആത്മാവ് ഭഗവാനുമായിട്ട് കണക്റ്റ് ആക്കാൻ അല്ലേ. നമ്മളിപ്പം നമ്മുടെ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനൊരു സ്ഥാനമുണ്ട്, ഒരു അഡ്രസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ അതേപോലെ നമ്മളുടെ ആത്മാവിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഇന്ദ്രിയ സുഖത്തിൽ ഇങ്ങനെ കിടക്കുന്ന വ്യക്തികള് യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കുക വേണം. നമ്മളാരും ഇന്ദ്രിയ സുഖങ്ങൾക്ക് അഡിക്റ്റ് ആയവരല്ല. നമ്മൾക്ക് ഇന്ദ്രിയ സുഖങ്ങൾ വേണ്ട. കാരണം നമ്മൾ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾക്ക് ഭക്ഷണത്തിന് രുചിയില്ലെങ്കിലും നമ്മൾക്ക് പരാതിയില്ല, നമ്മൾക്ക് സുഖസൗകര്യങ്ങളില്ലെങ്കിലും നമുക്ക് പരാതിയില്ല. നമ്മൾക്ക് എന്താണോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഭഗവാൻ അറിഞ്ഞ നിമിഷം മുതൽ നമ്മൾ അങ്ങനെയാണ്. ഇനിയും നമ്മൾക്ക് അങ്ങനെ തന്നെ ആയാൽ മതി. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ആവണ്ട. അപ്പോൾ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തികളായത് കൊണ്ട് നമുക്ക് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെ. അവരെന്താ പറയാ, നല്ല ഭക്ഷണം ഇതൊക്കെ ലോകത്തുള്ളതൊക്കെ നമുക്ക് കഴിക്കാൻ വെച്ചതാണ്, നിങ്ങളെപ്പോലെ എങ്ങനെ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, ഏകാദശിക്ക് കഴിക്കില്ല, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്ന വ്യക്തികളാണ് എന്ത്, ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് ചിന്തിക്കാതെ ഇന്ദ്രിയ സുഖത്തിൽ മൂക്കും കുത്തി കിടക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ യജ്ഞാനുഷ്ഠാനങ്ങൾ അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? ഈ യജ്ഞാനുഷ്ഠാനങ്ങൾ എവിടെ നിന്ന് കിട്ടും? വേദങ്ങളിൽ നിന്ന് കിട്ടും. വേദങ്ങൾ എവിടുന്നാ വന്നത്? ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കർമ്മങ്ങൾ പല രീതിയിലുണ്ട്. കൃഷ്ണാവബോധമില്ലാത്തവർ ഇന്ദ്രിയാനുഭൂതിയിൽ മുഴുകിയിരിക്കിയാൽ അവർക്ക് പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമ്മൾക്ക് പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അല്ലെ. ഓരോ നിമിഷവും ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ സാധിക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ജീവിതം. അങ്ങനെ അത് എത്ര ചെറുതും വലുതുമായിരിക്കുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇങ്ങനെയുള്ള ജീവിതമാകുമ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ചെറുതും വലുതുമായിരിക്കുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത കുറെ വ്യക്തികളുണ്ട്. യാതൊരു വിധത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളും എന്താ പറയാ ആധ്യാത്മിക സുഖങ്ങളും ആഗ്രഹിക്കാതെ ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തോന്നിയ സമയത്തിന് കിടന്നുറങ്ങുക, തോന്നിയ സമയത്തിന് എഴുന്നേൽക്കുക, കണ്ട നോൺ വെജും സാധനങ്ങളെല്ലാം തിന്ന് ജീവിക്കുക, ഇങ്ങനെ കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ പോലെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഒരു സ്വർണം എങ്ങനെയാണോ ഒരു തീയിൽ പോയി അത് ശുദ്ധീകരിക്കപ്പെടുന്നത്, അത്രയും അതിനേക്കാൾ വലിയ പ്രോസസ്സിലൂടെ മാത്രമേ അവർക്ക് ഈ ജന്മം രക്ഷപ്പെടാൻ പറ്റൂ. അതർവൈസ് ഈ ജന്മം അവർ രക്ഷപ്പെടില്ല. മനസ്സിലാവുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാതാജി എൻ്റെ അടുത്തൊരു ചോദിച്ച കാര്യമുണ്ട്. ഭക്ഷണം കളഞ്ഞാൽ എന്താണ് മാതാജി ശിക്ഷ എന്ന്. ഇപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, നമ്മളിപ്പോൾ ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ് എങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കിട്ടില്ല അല്ലേ. നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ നല്ല ഭക്ഷണം കിട്ടുന്നില്ലല്ലോ ഭഗവാനെ, എത്ര ഹോട്ടലിൽ കയറി അല്ലെ, ചിലപ്പോൾ ഹോട്ടലേ ഉണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് ദാഹിച്ച് വയ്യാതെയാവും. കയ്യിൽ പൈസ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ വെള്ളം കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഭക്ഷണം കളഞ്ഞതിന്റെ വിലയാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ഭക്ഷണം കളഞ്ഞതിന്റെ വിലയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? മാതാജി ബാംഗ്ലൂർ ഇസ്കോൺ 2 എണ്ണം ഉണ്ട്. ഒന്ന് മധു പണ്ഡിറ്റ് പ്രഭുവിന്റെ അണ്ടറിൽ വരുന്ന ഇസ്കോൺ ഉണ്ട്, ഒന്ന് ജയപതാക് മഹാരാജിന്റെ അണ്ടറിൽ വരുന്ന ഇസ്കോൺ ഉണ്ട്. ഏത് ഇസ്കോൺ ആണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കളഞ്ഞു കഴിഞ്ഞാൽ ആ കളഞ്ഞ ഭക്ഷണത്തിന്റെ 100 ഇരട്ടി വിശപ്പ് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഭഗവാൻ അനുഭവിപ്പിക്കും, ഉറപ്പായിട്ട് അനുഭവിപ്പിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഭക്ഷണം വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവില്ല.
ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പോണ വഴിക്കൊന്നും ഒരു ഹോട്ടൽ ഉണ്ടാവില്ല. എന്നിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിച്ചാലാണെങ്കിലോ ഇത്രയും വായ വെക്കാൻ കൊള്ളാത്ത ഭക്ഷണം. അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കും അല്ലെ. അത് ഭക്തരാണെങ്കിൽ മാത്രം, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ അവസ്ഥ അങ്ങനെ ഒരു കാരുണ്യം ഭഗവാനിൽ നിന്ന് കിട്ടും. ഇനി അതല്ല, ഭക്തിയൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണ് ഭക്ഷണം കളയുന്നത് എങ്കിൽ അവര് ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും അടുത്ത ജന്മം തെരുവിൽ ഭക്ഷണം കിട്ടാതെ അലയുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവാൻ എത്തിച്ചിരിക്കും. ഒരു സംശയവും ഇല്ല, എത്തിച്ചിരിക്കും. 100% എത്തിച്ചിരിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം മുട്ടിപ്പായിട്ട് കരയേണ്ട ഒരവസരം ഭഗവാൻ ഉണ്ടാക്കും. അറിഞ്ഞുകൊണ്ടാണ് ആ ഭക്ഷണം കളയുന്നത് എങ്കിൽ അത് ഭക്ഷണം തന്നെ ആവണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും മതി കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ ആവണമെന്നില്ല. വീട്ടിൽ വാങ്ങിച്ചു വെച്ച ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച സാധനം കളഞ്ഞാലും അത് തന്നെയാണ് ശിക്ഷ. ഭഗവാൻ വിടില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും വിടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കളയരുത്. അത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യരുത്. ഓരോ നമ്മുടെ അച്ഛന്മാരുടെ പ്രായമുള്ളവർ, നമ്മൾ പ്രസവിച്ച മക്കളുടെ പ്രായമുള്ളവർ, ചിലപ്പോൾ അതിനേക്കാൾ ചെറിയ മക്കൾ നമ്മളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മുടെ കയ്യിലെ കാശ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇന്ന ഫുഡ് ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അത് ഇന്ന രീതിയിൽ ഉണ്ടാക്കി തരണം, ഇല്ലേ? ഞാൻ അടക്കമുള്ളവർ പറയുന്ന ആൾക്കാരാണ്, അത് ഈ രീതിയിൽ വേണം. എന്നിട്ട് കഴിക്കാൻ രുചിയില്ലെങ്കിലോ ഇവിടെ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോവും. പക്ഷെ നമ്മൾ ഈ ഭക്ഷണം കൊണ്ടുപോയി തെരുവിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് പോലും അവർ നോക്കുന്നില്ല. അവർ നന്ദിയോടുകൂടി 2 കൈയും നീട്ടി അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കണം. നന്ദിയോടുകൂടി 2 കൈയും നീട്ടി അത് സ്വീകരിക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആ ഒരു അവസ്ഥ വരും കാലങ്ങളിൽ നമുക്ക് വരാതിരിക്കാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വാങ്ങി വെച്ച സാധനങ്ങളായാലും ശരി, ഉണ്ടാക്കിയ ഭക്ഷണമായാലും ശരി, കളയരുത്. കളയാൻ പാടില്ല. അത് ഐശ്വര്യ ദേവതയാണ്. മനസ്സിലായില്ലേ? പറഞ്ഞുതരാം ത്രിവേണി മാതാജി. അത് ഐശ്വര്യ ദേവതയാണ്, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. ഭക്ഷണ സാധനങ്ങളും ഭക്ഷണവും എടുത്തെറിഞ്ഞാൽ, കളഞ്ഞാൽ, വേസ്റ്റിലിട്ടാൽ നമ്മൾ ആലോചിക്കണം, എടുത്തെറിയുന്നത് ലക്ഷ്മി ദേവിയാണ്. ഏത് ചണ്ടാളനും നമുക്ക് ഭക്ഷണം കൊടുത്തോട്ടെ, ഏത് വ്യക്തിയും നമുക്ക് ഭക്ഷണം കൊടുത്തോട്ടെ, നമ്മൾ സ്വീകരിക്കാതിരിക്കുക വേണ്ട എന്നാണെങ്കിൽ, ഇല്ല അത് വേണ്ട നിങ്ങൾ വെച്ചോളൂ. മനസ്സിലായില്ലേ? നമ്മളത് വാങ്ങിയിട്ട് കളയരുത്. കളയാനേ പാടില്ല. അത് ഒരിക്കലും ചെയ്യരുത്. അത് ഗുരുവായൂരപ്പന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയെയാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്. ആ ലക്ഷ്മിക്ക് വേണ്ടി നമ്മൾ തേരാപ്പാര അലഞ്ഞു കരയേണ്ടി വരും. ആ അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ. ഇന്ദ്രിയ സുഖപ്രാപ്തിക്കായുള്ള കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ കുടുങ്ങിപ്പോകാതെ തന്നെ അവരുടെ ഭോഗേച്ഛകൾ നിറവേറ്റാവുന്ന വിധത്തിലാണ് യജ്ഞപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ യജ്ഞങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദങ്ങളിൽ പല വിധത്തിലുള്ള കർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട്, യജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകാത്ത രീതിയിലാണ്. മനസ്സിലായില്ലേ? ഇന്ദ്രിയ സുഖങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകാത്ത രീതിയിലാണ് ഈ വേദങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഭഗവാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ നേരത്തിനും കാലത്തിനും തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും അവിടെ തിണ്ടി ഇവിടെ തിണ്ടി അങ്ങനെ പോയി ഇങ്ങനെ പോയി ചുമ്മാ സമയം കളഞ്ഞ് വെറുതെ കഥ പറഞ്ഞ് ഇതൊന്നും ചെയ്യരുത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇപ്പോൾ നോക്കൂ, സമയം എത്രയെന്നറിയോ? 12:14. നാളെ ഈ സമയത്ത് നമ്മൾ ജീവനോടെ ഇരിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞൂടാ, പറയാൻ പറ്റില്ല. മനസ്സിലാക്കണം. നാളെ ഈ സമയത്ത് നമ്മൾ ഈ 140 പേരും ജീവനോടെ ഇരിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സമയം നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക, ഭഗവാനെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുക, ഭഗവാനോടുകൂടി ചേർന്ന് നിൽക്കാൻ ഉപയോഗിക്കുക. ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ ഇന്ന് ചെയ്തു തീർക്കുക, നാളേക്ക് വെക്കരുത്. നാളെ നമ്മൾ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല. ഉറപ്പുണ്ടോ? ഒരിക്കലും ഉറപ്പില്ല. നമ്മുടെ പരിശ്രമ ഫലമല്ല ഈ ലോകത്തിലെ ഐശ്വര്യം. ഈ ലോകത്തിലെ ഐശ്വര്യം എന്ന് പറയുന്നത് ഭഗവാനാണ്. നമ്മളുടെ കഴിവോ നമ്മളുടെ ശക്തിയോ നമ്മളുടെ പരിശ്രമമോ അല്ല ഈ ലോകത്ത് നമ്മൾ നേടുന്ന ഐശ്വര്യം. ഭഗവാന്റെ ദാനമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ പശ്ചാത്തല സംവിധാനം അനുസരിച്ച് ദേവന്മാർ തയ്യാറാക്കുന്നതാണത്. ഭഗവാൻ പറഞ്ഞിട്ട് ദേവന്മാരാണ് നമ്മൾക്ക് ഐശ്വര്യം നൽകുന്നത്. അല്ല, അത് ഭഗവാന്റെ തീരുമാനപ്രകാരം. മനസ്സിലാവുന്നില്ലേ? അല്ലാതെ നമ്മളുടെ കഴിവോ നമ്മുടെ കഷ്ടപ്പാടോ ഒന്നുമല്ല.
നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വാതോരാതെ പറയുന്നുണ്ട്. ഈ കഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് ഭഗവാൻ നമ്മളെ തളർത്തിയിട്ടാൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റൂ? ആലോചിച്ച് നോക്കണം. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഭഗവാന്റെ കഴിവാണ്. പിന്നെയോ, അതുകൊണ്ട് വേദത്തിൽ പറയുന്ന പ്രകാരം അതാത് ദേവന്മാർക്കായി യഥാവസരം യജ്ഞങ്ങൾ നടത്തപ്പെടുന്നു, അല്ലെ? അതാത് ദൈവങ്ങൾക്കായിട്ട് തദവസരത്തിൽ, ഇപ്പൊ നമ്മുടെ ഒരു ക്ഷേത്രം വെച്ച് ആരാധിക്കുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്താണ്, പ്രധാന മൂർത്തിക്ക് മാത്രമല്ല പുറമേ ഇരിക്കുന്ന ബലിക്കല്ലുകൾക്ക് വരേക്കും എന്ത് കൊടുക്കുന്നുണ്ട്? നിവേദ്യം കൊടുക്കുന്നുണ്ട്. കാരണം അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭഗവാനിലൂടെ ആണ് ഈ ദേവന്മാർ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപദേവതകളെയും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നിങ്ങൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. എല്ലാ ദേവീ ദേവന്മാരെയും ബഹുമാനത്തോടുകൂടി നമ്മൾ ഒരു അചഞ്ചലമായ ഭക്തി ഭഗവാൻ കൃഷ്ണനിൽ സമർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതും കൃഷ്ണാവബോധ പരിശീലനം തന്നെ. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ജീവിക്കുന്നതും കൃഷ്ണാവബോധ പരിശീലനം തന്നെയാണ്. യജ്ഞാനുഷ്ഠാനത്തിൽ പരിശീലനം സിദ്ധിച്ചവർ തീർച്ചയായിട്ടും കൃഷ്ണാവബോധം നേടും. യജ്ഞങ്ങളിലൊക്കെ നമ്മൾ നല്ല പരിശീലനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണാവബോധം ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കും. ഭഗവാന്റെ ആ ഒരു കാരുണ്യം, ശക്തമായിരിക്കുന്ന കൃഷ്ണപ്രേമം അത് നമുക്ക് ലഭിക്കും. അതല്ല, യജ്ഞാദികൾ ചെയ്തിട്ടും കൃഷ്ണാവബോധം വരുന്നില്ല എങ്കിൽ അത്തരം വൈദിക വിധികൾ സന്മാർഗ നിയമങ്ങളായേ കരുതാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? വെറും സന്മാർഗ നിയമങ്ങളായേ കരുതാൻ പറ്റൂ. നമ്മൾ യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കേണ്ട സമയമായിരിക്കുന്നു. അടുത്തടുത്ത് നമ്മുടെ ജീവിതം ഇനിയും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇപ്പം നമ്മളൊരു ഫ്രിഡ്ജ് നമ്മൾ ക്ലീൻ ചെയ്യാതെ വെച്ചാൽ അതിൽ നിന്ന് സ്മെല്ല് വരും, അല്ലേ? അപ്പം നമ്മൾ പോയി ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാണ്, നമുക്ക് തോന്നുകയാണ് ഇല്ല അത് വീണ്ടും സ്മെല്ലുണ്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ക്ലീൻ ചെയ്യും, അല്ലേ? അതേപോലെ നമ്മൾ എന്തോരം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്ത്? നമ്മളിൽ കൃഷ്ണാവബോധം ഉണരാൻ ഇനിയും നമ്മൾ ആന്തരികമായി ഉള്ളിൽ നിന്ന് നമ്മൾ ഇനിയും കൂടുതൽ വൃത്തിയാവേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ക്ലിയർ? കൃഷ്ണാവബോധം പ്രാപിക്കുന്നതിലേക്ക് ആയിട്ട് നമ്മൾ ഇതിനപ്പുറവും കടക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പോകുന്ന രീതിക്ക് മാത്രം പോയാൽ പോരാ, നമ്മൾ ഇതിനപ്പുറത്തേക്കും കടന്നിട്ട് വേണം കൃഷ്ണാവബോധത്തിലേക്ക് എത്താൻ. അല്ലാതെ നമ്മൾക്ക് കൃഷ്ണാവബോധത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മളുടെ 17ാമത്തെ ശ്ലോകം, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. യസ് തത്വാത്മരതിരേവ സത്വാത്മത്രിപത്തശ്ച മാനവ ആത്മനേവ ച സംതുഷ്ടാസ്തസ്യ കാര്യം ന വിദ്യതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാമജപവും ഒരു യജ്ഞം തന്നെയാണ്, ഭഗവാനെ നിവേദിക്കുന്നതും ഒരു യജ്ഞം തന്നെയാണ്. യജ്ഞം എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രഭു നോക്കിക്കോളൂ കേട്ടോ. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ആത്മരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല. നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് ഈ മനുഷ്യജന്മം. അല്ലാതെ വെറുതെയുള്ള ഒരു ജന്മമല്ല മനുഷ്യജന്മം എന്ന് പറയുന്നത്. ആ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി കൃഷ്ണന് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കൃഷ്ണനിലേക്ക് അർപ്പിച്ച് ജീവിക്കുന്ന, ആത്മാവിനെ ബഹുമാനിച്ച് ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇനിയൊരു പുനർജന്മത്തിന്റെ ആവശ്യമില്ല. യാതൊരുവിധ കർമ്മങ്ങളും കടമ്പകളും കർത്തവ്യങ്ങളും പിന്നെ ആ വ്യക്തിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. തികച്ചും കൃഷ്ണാവബോധമുള്ളവനും അതനുസരിച്ചുള്ള പ്രവർത്തികളിൽ സന്തുഷ്ടനായ ഒരാൾക്ക് മറ്റൊരു ചുമതലയും നിറവേറ്റാനില്ല. നമ്മൾ പൂർണ്ണമായി ഭഗവാനുമായി അടുത്ത് നമ്മുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കൃഷ്ണനുമായി കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ സന്തുഷ്ടനായ ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, ഒരു കംപ്ലൈൻസും പിന്നെ ആ വ്യക്തിക്കില്ല. കൃഷ്ണാവബോധം ഉദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾക്ക് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയമാകെ ഉടനെ ഹൃദയമാലിന്യമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ഹൃദയത്തിൽ കൃഷ്ണനെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണന് വേണ്ടി മാത്രമുള്ളതാണ് നമ്മളുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോകും. എല്ലാ മാലിന്യങ്ങളും പോകും. നമ്മുടെ അസൂയ, ദേഷ്യം, കുശുമ്പ്, വാശി, ആഗ്രഹം, അത്യാഗ്രഹം, അലസത എല്ലാം പോകും. കൃഷ്ണനോട് അടുത്താൽ മാത്രം മതി. കൃഷ്ണ എന്നുള്ള മനസ്ഥിതിയിൽ നമ്മൾ ജീവിച്ചാൽ മതി.
ആ പ്രജ്ഞാശുദ്ധി കൊണ്ട് തന്നെ ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ശാശ്വതത്വത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ശാശ്വതമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് കിട്ടും. നമ്മളുടെ ഈ ഒരു നശ്വരമായിരിക്കുന്ന ലോകത്ത് അനശ്വരമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ ഭഗവാന്റെ ലോകത്ത് അനശ്വരമായിരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അങ്ങനെ ഭഗവത് കാരുണ്യം കൊണ്ട് തൻ്റെ കർത്തവ്യം എന്തെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കും തോറും നമ്മുടെ കർത്തവ്യം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജന്മം അതെന്തിനാണ്, ഏതിനാണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഒരു ഉത്തമ ബോധ്യം നമ്മൾക്കുള്ളിൽ വരുന്നുണ്ട്. ആ നിലയ്ക്ക് ഇനി വൈദിക വിധികൾ അനുസരിക്കേണ്ട ആവശ്യമേ ഇല്ല. കൃഷ്ണാവബോധം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഏറ്റവും വലുത് കൃഷ്ണപ്രേമമാണ്. ആ കൃഷ്ണപ്രേമമാണ് നമ്മളെപ്പോഴും ഭഗവാനോട് നമ്മൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ഭക്തിയേക്കാൾ മുകളിലാണ് കൃഷ്ണപ്രേമം. മനസ്സിലായില്ലേ? ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാനോട് തോന്നുന്ന ഒരു ആത്മബന്ധത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊസീജിയർ, ആ ഒരു രീതിയാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് ഭക്തിക്കൊടുവിൽ ഭഗവാൻ നൽകുന്ന അനുഗ്രഹമാണ്. ആ കൃഷ്ണപ്രേമത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. ഓക്കെ, കൃഷ്ണാവബോധം സിദ്ധിച്ച ആൾക്ക് മേലിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ താല്പര്യമോ മദ്യം, സ്ത്രീകൾ മുതലായ വിഷയങ്ങളിൽ ആസക്തിയോ വരില്ല. കൃഷ്ണപ്രേമം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടോ, ഒരാഗ്രഹവും പിന്നെ അവരുടെ ജീവിതത്തിലില്ല. ഒരാഗ്രഹവും ഇല്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. കിട്ടിയത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, കിട്ടാത്തത് ഭഗവാന്റെ തീരുമാനം കൊണ്ട്. ആ മൈൻഡിലൂടെ നമ്മൾ യാത്ര ചെയ്യും. ആ വ്യക്തി ഒരിക്കലും മദ്യത്തിനും സ്ത്രീകൾക്കും ഒന്നും അഡിക്റ്റ് ആയി പോവില്ല. നല്ല ബോൾഡായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇതാണ് നമ്മുടെ 17ാമത്തെ ശ്ലോകം. ഹാപ്പി? 12:15 12:30 സന്തോഷമായി എല്ലാവർക്കും. ഇനി നമ്മുടെ അന്നദാനം. ഞാനിപ്പോൾ ഒന്ന് അർജൻറ്റായിട്ട് പുറത്തേക്ക് പോവാണ്. പോയിട്ട് വന്നിട്ട് അന്നദാനം ചെയ്യാം. അന്നദാനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, വൈകുന്നേരത്തെ ക്ലാസ്സാണ് 8:30 മണിക്ക്. എല്ലാവരും ഇനി മുതൽ എന്തിനു വേണ്ടി ജീവിക്കണം? കൃഷ്ണാവബോധത്തിലൂടെ കൃഷ്ണപ്രേമത്തിന് വേണ്ടി ജീവിക്കണം. കൃഷ്ണപ്രേമമാണ് നമുക്ക് ഏറ്റവും വലുത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആത്മസാക്ഷാത്കാരവും അത് തന്നെയാണ്. അങ്ങനെ കൃഷ്ണപ്രേമത്തിനായിട്ട് ജീവിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് ഒരു വലിയ ആത്മബന്ധം നമ്മൾ സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതർവൈസ് നമ്മുടെ ജീവിതം വേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ജീവിക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ ജീവിക്കുന്നത് വേസ്റ്റാണ്. നമ്മുടെ ജീവിതം ഒന്നും അല്ലാണ്ടായിപ്പോവും. അങ്ങനെ നമ്മൾ ജീവിക്കരുത്. കൃഷ്ണപ്രേമത്തിനായിട്ട് ഭഗവാനോട് യാചിക്കുക. ഭഗവാനെ എനിക്ക് കൃഷ്ണപ്രേമം നൽകൂ എന്ന് പറയാം. ആ കൃഷ്ണപ്രേമത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ അറിഞ്ഞ് കൃഷ്ണ അങ്ങയുടെ ആ ഒരു മുരളീ ഗാനത്തിൽ ലയിച്ച്, അങ്ങയുടെ ആ ഒരു താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ ലയിച്ച് അങ്ങനെ ജീവിക്കുക. प्रतीक्षा प्रसाद।
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ക്ലാസ്? താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ഒരുപാട് നേരം ഒന്നുമില്ലെങ്കിലും കുറച്ച് നേരമെങ്കിലും എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്നു കൃഷ്ണാവബോധത്തിലൂടെ എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആ ക്ലാസ് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഫേസ്ബുക്ക് ലൈവിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭഗവാനും ശ്രീമതി രാധാറാണിയും കൂടെയുണ്ട്. അവരുടെ ആ ഒരു പ്രസൻസാണ് നമ്മൾക്ക് ഇത്രയും നല്ല ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 അവർ തരുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ക്ലാസ് എടുക്കുന്ന എൻ്റെ കഴിവോ ഒന്നുമല്ല നമ്മൾക്ക് ഇത്രയും മനോഹരമായ ഒരു ദിവസം എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും നമുക്കൊരു 1 അവർ 1.5 അവർ നമുക്കിങ്ങനെ തരുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയൊരു കൃപാകടാക്ഷമാണ്. ആ ഒരു ഞാനും നിങ്ങളും ഭഗവാനും കൂടെ വരുന്ന ആ ഒരു സമയമാണ് നമ്മൾക്ക് എന്താ പറയുക ഭയങ്കര മനോഹരമായിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഏത്തപ്പഴമാണ് കഴിച്ചത്. അതെന്താണെന്ന് കാരണം എന്നുള്ളത് രാത്രി പറഞ്ഞുതരാം. ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. നാളെ ഏകാദശിയാണ്, മറക്കരുത്. ജയ് ഗുരുദേവ്. മറ്റന്നാൾ ക്രിസ്മസ് സ്പെഷ്യൽ ലൈവ്. ഹാപ്പി ക്രിസ്മസ്. നമ്മൾക്ക് എല്ലാ മതങ്ങളും വേണം അല്ലേ? ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ലൈവുമായിട്ട് മറ്റന്നാൾ എത്തും. നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനോടൊക്കെ ഹാപ്പി ക്രിസ്മസ് കേൾക്കണ്ടേ? അപ്പം മറ്റന്നാൾ രാത്രി 24th നൈറ്റ് ചെന്നൈയിൽ നമുക്ക് ക്രിസ്മസ് കരോളിലൊക്കെ കൂടണം. ഹാപ്പിയാണോ? ക്രിസ്മസ് കരോൾ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മുടെ കുറേ സംഭവങ്ങൾ എല്ലാം സർപ്രൈസാണ്. നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ ചുറ്റും എനിക്ക് നേരിട്ട് സംസാരിക്കാൻ, കളിക്കാൻ, ചിരിക്കാൻ, തമാശ പറയാൻ, എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ എല്ലാവരും എൻ്റെ അടുത്ത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലാണ്. നിങ്ങളെല്ലാവരും എന്നെ കാണുന്നു. നിങ്ങളൊത്തിരി ഭാഗ്യവാന്മാരാണ്. കാരണം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അതെൻ്റെ ഭയങ്കര വിഷമമാണ്. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. വൈകാതെ ജാനുവരിയിൽ തന്നെ, എല്ലാ വർഷവും ജാനുവരിയിൽ ഗുരുവായൂർ മഞ്ജരീസിലെ നമ്മുടെ എല്ലാവരും കുടുംബമായി നമ്മൾക്കുള്ളതുപോലെ നമുക്ക് എത്ര ഒരാൾക്ക് ഒരു ദിവസത്തെ താമസം, ഒരു ദിവസത്തെ ഭക്ഷണം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ഇടാം. ഷെയർ ചെയ്തല്ലേ, നമ്മളൊരു 30-40 പേരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്തല്ലേ എടുക്കുന്നത്. എല്ലാവരും ഈക്വൽ ഷെയർ ആകുമ്പം ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 1000 rupees 1500 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും കൂടെ ഫുഡും സ്റ്റേ ഒക്കെ കൂടെ മതിയാവും എന്ന് തോന്നുന്നു. ഞാൻ അതൊന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താ പറയുക, ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് കൂടാം, കളിക്കാം, ചിരിക്കാം, തമാശ പറയാം, പാട്ട് പാടാം, പൊട്ടിച്ചിരിക്കാം, എല്ലാം മറന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്ക് ഉച്ചയ്ക്ക് അന്നദാനത്തിൽ കാണാം കേട്ടോ. താങ്ക് യു രഞ്ജിത്ത് പ്രഭു. ജനുവരിയിലെ ഡേറ്റ് പറയാം.